അനുഗ്രഹമാണ്. അല്ലാഹു തആല അവന്റെ ഹബീബ് ഇരുലോക നേതാവ് ഇമാമുൽ അംബിയ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളാണ് എന്ന ശ്രേഷ്ഠതയും अभिमानबोधों നൽകി अल्लाह ताला नाम एवरेയും അനുഗ്രഹിക്കുകയും ചെയ്തു. अल्हम्दुलिल्लाह। मजीद करम किया परवरदिगार ने अपने हबीब के उम्मत के साथ ही साथ अपने महबूबीन अहलुल्लाह से हमें वाबस्ता फरमाया और उनसे वाबस्ता होकर जिंदगी गुजारने का अल्लाह ने हमें अनमोल मौका और तौफीक अता किया है। ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളാക്കിയതിനോടൊപ്പം അല്ലാഹു തആല അവന്റെ മഹബൂബീങ്ങളായ അല്ലാഹുവിന്റെ അഹ്ലുകാര് അവരോടുള്ള ബന്ധം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. ആ ബന്ധത്തിലായി തന്നെ ജീവിതം നയിക്കാനുള്ള മഹത്തായ സൗഭാഗ്യവും അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു. അൽഹംദുലില്ലാഹ്। और आज अल्हम्दुलिल्लाह अल्लाह ताला अपनी हौल क़ुव्वत से सदक़े में मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के अपनी गोली हजरत इब्राहिम खलीलुल्लाह शाह नूरी अलैहि रहमत व रिज़वान के उर्स शरीफ के मौके पर अल्लाह ताला हम सबों को यहाँ पर जमा होने की तौफीक अता फरमाई। അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായി ഇന്ന് നാം ഏവരെയും അല്ലാഹു അവന്റെ ഒരു പ്രത്യേകക്കാരനായ വലിയ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാ നൂരി അലൈഹി റഹ്മത്ത് വ റിദ്വാൻ മഹാനവറുകളുടെ ഉർസ് ശരീഫിൽ സംബന്ധിക്കാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു। आप अल्हम्दुलिल्लाह किसी तारुफ के मोहताज नहीं हैं। जितने भी अहले सिलसिला है, जितने भी यहाँ पर जमा हैं, हम सब बखूबी वाकिफ हैं अल्लाह ने आपको क्या क्या कमालात अपने हबीब के अपने महबूबीन के वसीले से अता किया है। अल्लाह से हम सबों की दुआ है कि अल्लाह ताला आपकी खबर को नूर से मुनव्वर फरमाए, आपके दर्जात को अल्लाह बुलंद करे, आपके फैजान से अल्लाह ताला हमें से हर एक को मालामाल करे। ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഇവിടെ സിൽസിലയുടെ അഹ്ലുകാര് ഇവിടെ ഒരുമിച്ച് കൂടിയ മറ്റുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊന്നും തന്നെ ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ടവര് ഏതെല്ലാം ഗുണങ്ങളും പ്രത്യേകതകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദഖയായിക്കൊണ്ട് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ വസീലയിലൂടെ അല്ലാഹു തആല അവർക്ക് നൽകിയത് എന്ന കാര്യം എല്ലാവരും നന്നായി അറിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കട്ടെ. അല്ലാഹു തആല അവരുടെ ദർജാത്തുകൾ ഉയർത്തിക്കൊടുക്കട്ടെ. നാം ഏവരെയും അല്ലാഹു അവരുടെ ഫൈലാൻ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. हाज़रीन इकराम, जब तक अल्लाह वाला इस दुनिया में रहता है, दुनिया फानी में जब तक वो सांस लेता है तब तक वो जिंदा नहीं है, बल्कि दुनिया में जब तक है तब भी वो जिंदा है। और जब इस दुनिया फानी को जब छोड़कर जब अल्लाह की बारगाह में हाजिर होता है, दार बाकी की तरफ जाता है, तब भी वो जिंदा है। आज हमारे जहनों में बात है दुनिया में जब तक है तो जिंदा, जब दुनिया से चले गए तो मुर्दा है। अल्लाह ताला हम सबों को समझने की तौफीक अता फरमाए। हमको जो अल्लाह वालों से अल्लाह ताला वाबस्ता किया है,
ये दुनिया में जब तक है तब भी जिंदा, और जब दुनिया से चले गए तब भी जिंदा है। अल्लाह के हबीब मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम हमको बतलाया है, अल्लाह का महबूब बंदा, अल्लाह का वली जब इस दुनिया से जाता है तो एक दार से दूसरे दार की तरफ वो मुंतकिल होता है। जब एक दार से दूसरे दार की तरफ जब वो मुंतकिल होता है, इसका मतलब यह नहीं है कि वो मर गया है, बल्कि एक घर से दूसरे घर की जब वो मुंतकिल हुआ तो वो घर, वो दार, कैसा दार? अल्लाह से मुलाकात का। अल्लाह ताला आपको मखलूक के दरमियान में रखा, जब वक्त आया अपनी मुलाकात का तो अपने मुलाकात के लिए अल्लाह ने आपको बुलाया है। പ്രിയപ്പെട്ട സദസ്യരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് അവർ ഈ നശ്വരമായ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഈ ഭൂമിക്ക് പുറത്ത് ശ്വാസം നിലനിർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന കാലത്തോളം അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിനുശേഷം ഈ നശ്വരമായ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് അവരെ ശാശ്വത ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അവര് ജീവിക്കുന്നവർ തന്നെയാണ്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം അവർ ജീവിക്കുന്നവരും ഭൗതിക ലോകം വിട്ടതോടുകൂടി മരിച്ചുപോയവരുമാണ് എന്ന അവസ്ഥയല്ല അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ ആളുകൾക്കുള്ളത്. അവര് ഈ ഭൂമിക്ക് പുറത്തുള്ള സമയത്തോളം അവർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് അവര് പോയിക്കഴിഞ്ഞാൽ അപ്പോഴും അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഭൂമിക്ക് പുറത്തുള്ള കാലം മാത്രമാണ് ജീവിതകാലം, അത് കഴിഞ്ഞതോടുകൂടി ആളുകളൊക്കെ മരിച്ച് ഇല്ലാതായി പോകുന്നു എന്നാണ് ധരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ ആളുകള് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ യഥാർത്ഥത്തില് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ വീട് ദുനിയാവിന്റെ വീടായിരുന്നു. അവിടുത്തെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവർ മാറുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. ആ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള, അവനുമായി ചെന്ന് ചേരാനുള്ള, അവനോട് അടുക്കാനുള്ള ഭവനമാണ്. ഇങ്ങനത്തെ ഒരു ഭവനത്തിലേക്ക് അവർ താമസം മാറ്റുകയാണ് സംഭവത്തിൽ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ടവര് ഈ ഭൂമിക്ക് പുറത്ത് നിലകൊള്ളുന്ന കാലത്ത് ജനങ്ങൾക്കിടയിൽ അവര് ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ ധാര, ഈ വീടിനെ അവർ ഒഴിവാക്കിയതോടുകൂടി പിന്നെ ഏതൊരു വീട്ടിലേക്ക് അവർ മാറിയിട്ടുണ്ടോ, താമസം മാറ്റിയിട്ടുണ്ടോ, അവിടെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലുള്ള ആനന്ദകരമായ ജീവിതമാണ് അവർക്ക് ലഭ്യമാകുന്നത്. जब हम खबर में पहुंचते हैं, जब ये अल्लाह वाले जब खबर में जब पहुंचते हैं, सवाल और जवाब जब होता है, कामयाबी अगर अल्लाह उनको अता किया, फरिश्ते खुशखबरी सुनाते हैं। जब खुशखबरी सुना दिए तो ये उन फरिश्तों से कहते हैं, अब हमको मौका दो, अपने घर वालों को हम जाकर यहां के बारे में हम सुनाएं, हम भी उनके लिए खुशखबरी दे। अल्लाह ने हमें ये मुकाम अता किया है, ये जन्नत अता किया है, ये खूबसूरत है। बहरहाल बशारतें हम भी उनको सुनाएंगे, जो हमारे साथ हुआ है हम भी उनको आगाह करेंगे। अल्लाह के फरिश्ते वो अल्लाह वाले से मुखातिब होकर इरशाद फरमाते हैं, तो दुनिया में थक कर आया है, अब कुछ देर तो आराम कर ले। नम का नौमतिल उरूस, सो जा। जिस तरह पहली रात में दुल्हा और दुल्हन सोते हैं वैसे सो जा, आराम से सो जा, कुछ देर आराम कर ले। बुजुर्गों, वही रात से आज अल्लाह ताला ये उर्स मनाने की हम सबों को भी तौफीक अता किया है। अल्लाह ताला हम सबों को भी ये जिस तरह इस दुनिया से गए हैं, अल्लाह ताला इसी मौत हम सबों को भी अता फरमाए।
ബഹുമാനികളെ, അള്ളാഹുവിന്റെ അഹിലുകാരായ മഹാന്മാര്, അള്ളാഹുവിന്റെ മഹബൂബീങ്ങള്, ഔലിയാക്കള്, അവർ ഈ ലോകത്തെ ജീവിതം പൂർണ്ണമായതിനു ശേഷം ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവരെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ വന്നുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടതായ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകള് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അവരുടെ വാസസ്ഥലത്തെക്കുറിച്ച്, അവരുടെ വിജയത്തെക്കുറിച്ചൊക്കെ അവരെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഈ പോയതായ വ്യക്തിത്വങ്ങള് ആ മലക്കുകളോട് പറയും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾ കേൾപ്പിച്ച ഈ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ സുഖത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടെ, വളരെ നല്ല സ്വർഗീയമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള ഞങ്ങളുടെ ഈ വിവരം ഞങ്ങളെ കുടുംബമിത്രാദികൾക്കൊക്കെ ഒന്ന് അറിയിച്ചു തരാം, അത് ഞങ്ങൾക്ക് സമ്മതം തരണം എന്ന് പറയുമ്പോൾ ആ മലക്കുകൾ പറയും, ദുന്യാവിന്റെ ലോകത്ത് വളരെ അധ്വാനിച്ച് ക്ഷീണിച്ച് വന്നതാണ് നിങ്ങൾ, അതുകൊണ്ട് ഈ സമയം നിങ്ങൾ കുറച്ച് വിശ്രമിക്കുക. നമുക്കലോമത്തിൽ അറൂസ്, എപ്രകാരം മണവാളനും മണവാട്ടിയും അവിടെ ആദ്യ രാത്രി സുഖമായി സന്തോഷത്തോടെ ഉറങ്ങുന്നോ എന്നതുപോലെ നിങ്ങൾ ഉറങ്ങുക എന്ന് പറയുന്ന ആ മഹത്തായ ഏതൊരു രാത്രിയെ മഹാനവറുകൾ എത്തിച്ചോ ആ രാത്രിയുടെ ഓർമ്മയാണ് നമ്മളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് എപ്രകാരമുള്ളൊരു രാത്രിയാണോ അതിലൂടെ നൽകിയതെങ്കിൽ അവരുടെ ഫൈദാനം കൊണ്ട് അതുപോലത്തെ അവസ്ഥ അല്ലാഹു തആല നമുക്കും പ്രദാനം ചെയ്യട്ടെ. बुजुर्गों, जब तक वो दुनिया में थे अल्लाह के महबूब बंदे औलिया अल्लाह अपने फैजान से, अपने फैज से अल्लाह के बंदों को मालामाल करते गए, और जब इस दुनिया से वो चले जाते हैं तब भी उनका फैज खत्म नहीं होता, बल्कि उनका फैज पहले के मुकाबिल और इजाफा होता है। अल्लाह का करम है, अल्लाह ताला हमको ऐसे औलिया अल्लाह से हमें निस्बत अता किया है जिनका सिलसिला अल्हम्दुलिल्लाह मुहम्मदुर रसूलुल्लाह तक मिलता है। सरकार दो आलम सल्लल्लाहु अलैहि वसल्लम से लेकर सहाबा में हजरत अली करमल्लाहु वजहू से अगर हम देखेंगे जितने अहले बैत आए हैं, फिर हुजूर सैयदना अब्दुल कादिर जिलानी, फिर वहां से ख्वाजा मोइनुद्दीन चिश्ती अल-अजमेरी, वहां से होते हुए अल्हम्दुलिल्लाह नूरुल मशाइख, कुतुबुल मशाइख और उनके खुलफा, अल्हम्दुलिल्लाह आज खलीफा की याद में अल्लाह हमको जमा किया है। ബഹുമാനികളെ, അള്ളാഹുവിന്റെ അഹുലിയാക്കളായ മഹാന്മാര് അവരുടെ ജീവിതകാലം മുഴുവനും അവര് സമ്പാദിച്ചെടുത്ത അവരുടെ ഫൈല് കൊണ്ട് മറ്റുള്ള ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരിലൂടെ ജനങ്ങൾക്ക് ഏതൊരു ഫൈല് കരസ്ഥമായിക്കൊണ്ടിരുന്നോ അത് ആ പോയതോടുകൂടി അവസാനിക്കുകയല്ല ചെയ്യുക, മറിച്ച് നേരത്തതിനേക്കാൾ ശക്തമായ നിലക്ക്, നേരത്തതിനേക്കാൾ വർദ്ധിച്ച തോതില് ആ ഫൈലുകളെ കൊണ്ട് അവരോട് ബന്ധപ്പെട്ട ആളുകളെ ഈ മഹാന്മാര് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഏതൊരു ഉന്നതരായ ഔലിയാക്കളോട്, മശായിഖന്മാരോടുള്ള ബന്ധമാണോ നമുക്കൊക്കെ നൽകിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ശൈഖുന മുതല് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ പരമ്പര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത്, ആ സഹാബത്തിൽ ബഹുമാനപ്പെട്ട അലി മുർത്തദ റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹഹു, മഹാനവറുകളിലൂടെ ഏതെല്ലാം അഹ്ലു ബൈത്തിൽപ്പെട്ടതായ ഉന്നതരായ മഹാന്മാര്, മശായിഖന്മാര് നിലകൊള്ളുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, അവരിലൂടെ നമ്മുടെ മശായിഖന്മാര് വരെ, ബഹുമാനപ്പെട്ട ഹദ്റത്ത് നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഖുതുബുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പിന്നെ അവരുടെ ഖുലഫാക്കള്, ആ ഖുലഫാക്കളുടെ ഒരു ഖലീഫ മഹാനവറുകളെയാണ് ഇന്ന് നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പരമ്പരയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. जितने भी सहाबा इसमें हज़रत अली रज़ी अल्लाह अन्हु से आज हमारे शेख कुतुबुल मशाइख तक और उनके खुलफा, अल्हम्दुलिल्लाह हम ये कह सकते हैं
وہ جب تک دنیا میں تھے فیضان سے مالا مال کر رہے تھے، جب گئے اس دنیا سے فیضان میں کمی نہیں اور بلکہ اور اضافہ ہوتے گیا ہے۔ صرف اتنا ہی نہیں، فیضان ہی نہیں بلکہ جتنے ہیں سب کے سب الحمدللہ صاحب کرامت ہے، صاحب کرامت ہے۔ آج ساری دنیا کرامتوں کے پیچھے پڑی ہوئی ہے، کرامتوں سے اولیاء اللہ کو پہچانا جا رہا ہے۔ وہ کون سی کرامتیں؟ آج لوگ جس کو کرامت سمجھ رہے ہیں وہ کیسی کرامتیں ہیں؟ اگر ہم اس پر ذرا نظر ڈالیں گے، اللہ تعالی ہم سبوں کو اولیاء اللہ کے حقیقی فیضان سے مالا مال فرمائے گا۔ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ആ സഹാബത്തിലെ നമ്മുടെ പരമ്പര ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിലൂടെ ബഹുമാനപ്പെട്ടവർ മുതൽ നമ്മുടെ ശൈഖ് ബഹുമാനപ്പെട്ട ഖുതുബുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി വരെ അവരുടെ ഖുലഫാക്കളായി ആരെല്ലാം നിലകൊള്ളുന്നു, ഇവരൊക്കെ അവരുടെ ജീവിതത്തില് അവരുടെ ഫൈല് കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവര് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയതിനു ശേഷവും അവരുടെ ഫൈലാൻ അവര് ജീവിതകാലത്ത് ഏതൊരു ഗുണങ്ങളാണോ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നതെങ്കിൽ അതേ ഗുണങ്ങൾ അവരിലൂടെ ശേഷവും അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഈ മഹാന്മാരുടെയൊക്കെ ഫൈലുകൾ നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, ഈ ഉന്നതരായ മഹാന്മാരായ സ്വഹാബത്ത് മുതൽ നമ്മുടെ ശൈഖ് അവറുകൾ വരെയുള്ള ഈ പരമ്പരയിലുള്ള ഏതെല്ലാം ഔലിയാക്കളുണ്ടോ അവരൊക്കെ ഉന്നതരായ കറാമത്തിന്റെ വക്താക്കളുമാണ്, ഉന്നതരായ കറാമത്തിന്റെ വക്താക്കളാണ്. ഇന്ന് ലോകം മുഴുവനും ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ അടയാളമായി മനസ്സിലാക്കുന്ന കാര്യമാണ് കറാമത്ത് എന്ന് പറയുന്നത്. എല്ലാവരുടെ മുമ്പിലും ഔലിയാക്കൾ എന്ന് പറയുന്നതോടുകൂടി ചർച്ച കറാമത്തിനെ കുറിച്ചാണ്. എന്നാൽ നമ്മൾ ആലോചിക്കാൻ തയ്യാറാകണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെയൊക്കെ എത്ര ഉന്നതമായ കറാമത്തുകൾ നൽകി അനുഗ്രഹിച്ചവരാണ്. ഇങ്ങനത്തെ ഒരു പരമ്പരയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനിച്ചത്. अल्हम्दुलिल्लाह हमारे जितने शयूख है अल्हम्दुलिल्लाह वो भी साहिब करामत है, लेकिन हम जिसको करामत समझते हैं ये करामात में और औलिया अल्लाह के नजदीक जो सबसे बड़ी करामत है वो करामात में क्या फर्क है? अगर हम उसको जरा समझने की अगर हम कोशिश करेंगे, अल्लाह ताला हम सबों को सही समझने की तौफीक भी अता फरमाएगा और फजल भी फरमाएगा। ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഈ മഹാന്മാരൊക്കെ ഉന്നതമായ കറാമത്തുള്ളവരായിരുന്നു, ഉന്നതമായ കറാമത്തുകളുടെ അവകാശികളുമാണ്. എന്നാൽ ഇന്ന് പൊതുവെ ജനങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്നാൽ അതോടൊപ്പം അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് അവരുടെ അടുക്കല് ഏറ്റവും ഉന്നതമായ കറാമത്തായി അവർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവ രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടും എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഫളലിന് അവകാശികളാകാനും നമുക്ക് സാധ്യമാകുന്നതാണ്. आज दौरे हाजिर का मुसलमान आज औलिया अल्लाह की करामात किसको समझ रहा है? जो आम लोग जो नहीं कर सकते वो करने वाले, और वो भी जो कर रहे हैं वो भी क्या कर रहे हैं? जो इंसान कर सकते हैं, आम इंसान और औलिया, वो करामतें जो औलिया कर सकते हैं और आम इंसान भी कर सकते हैं, हम उसको करामत समझ रहे हैं। फिर औलिया में और आम लोगों में फर्क क्या है? हम जरा गौर करना, एक बीमार को शिफा अगर कोई करामत से अगर दे दे तो एक काफिर भी कर सकता है या नहीं कर सकता है? एक काफिर के करने में और एक वली के करने में क्या फर्क है? फिर करामत तो है बुजुर्गों, एक मुर्दे को जिंदा करना ये सिर्फ वली कर सकता है या काफिर भी कर सकता है? अहादीस में है, हमको बतलाया गया है कि दज्जाल जब आएगा तो मुर्दे को जिंदा करेगा। वो एक काफिर रह के जब जिंदा कर रहा है तो फिर वली के जिंदा करने में क्या फर्क?
बुजुर्गों, करामत तो है, इनकार नहीं है, लेकिन वो करामतें जो हर कोई इंसान कर सकता है वो करामतें आला नहीं हो सकती। जो करामत आला है वो करामत यह है कि जो अल्लाह का वली जो कर सकता है वो कोई दुनिया में नहीं कर सकता है। वो करामत आला, उस करामत पर अगर हम नजर डालेंगे अल्लाह हमको समझने की तौफीक अता फरमाएगा। ബഹുമാനികളെ, ഇന്ന് പൊതുവെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ കറാമത്തുകളായി ജനങ്ങളെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും സാധാരണയ്ക്ക് വിപരീതമായ ഒരു കാര്യം, അമാനുഷികമായ ഒരു കാര്യം അള്ളാഹുവിന്റെ ഒരു വലിയിലൂടെ സംഭവിക്കുമ്പോൾ അത് കറാമത്ത് തന്നെയാണ്, ഇത് സംശയമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ മനസ്സിലാക്കുന്ന ഈ കറാമത്തുകളൊക്കെ എങ്ങനത്തെ കറാമത്തുകളാണ്? ഇത് ഈ അള്ളാഹുവിന്റെ വലിയല്ലാത്ത മറ്റൊരാൾക്ക് കൂടി ചെയ്യാൻ പറ്റിയതായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കള് കറാമത്ത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഉദാഹരണമായി ഒരു രോഗിയായ ആളെ അള്ളാഹുവിന്റെ ഒരു വലിയ സുഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വലിയ അങ്ങനെ സുഖപ്പെടുത്തിയത് കറാമത്ത് തന്നെയാണ്. പക്ഷേ ഈ കറാമത്ത് എങ്ങനത്തെ കറാമത്താണ്? ഒരു കാഫിറായ ആൾക്കും വേണമെങ്കിൽ ഇതുപോലെ രോഗിയായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ സാധിക്കും. അങ്ങനത്തെ ഒരു കറാമത്തേ ആയിട്ടുള്ളൂ. എന്നതുപോലെ ഔലിയാക്കളുടെ കറാമത്തിലുള്ള കറാമത്താണ് മരിച്ചുപോയ ആളെ ജീവിപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായും മരിച്ച ആളെ ജീവിപ്പിച്ചത് ഒരു കറാമത്ത് തന്നെയാണ് വലിയ ചെയ്തപ്പോൾ. പക്ഷെ അത് എങ്ങനത്തെ കറാമത്താണ്? ഒരു കാഫിർ ഉദ്ദേശിച്ചാൽ ഈ കാഫിറിനും ചെയ്യാൻ പറ്റിയതായ ഒരു കറാമത്താണ്. കാഫിർ ചെയ്യുമ്പോ കറാമത്ത് എന്ന് പറയില്ല, ഈ കാഫിറിനും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണത്. നിങ്ങൾ നോക്കൂ, ഹദീസിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഖിയാമത്തടുക്കുന്ന കാലത്ത് ദജ്ജാൽ എന്ന് വരുന്ന ദജ്ജാൽ വരും. ഈ ദജ്ജാൽ കാഫിറാണ്. ഈ കാഫിറായ ദജ്ജാൽ മരിച്ച ആളുകളെ ജീവിപ്പിച്ചു കാണിക്കും. അപ്പൊ ഈ മരിച്ച ആളെ കാഫിർ ജീവിപ്പിച്ചു. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ വലിയിലൂടെയും പ്രകടമായിട്ടുള്ളത്. എന്നാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഏത് കറാമത്തിനാണ് പ്രത്യേകതയുള്ളത്? ആ കറാമത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളല്ലാതെ മറ്റൊരാൾക്ക് നിർവഹിക്കാൻ പറ്റാത്തതായ ഉന്നതമായ അസാധാരണ സംഭവങ്ങളാകണം. അതിനാണ് കറാമത്ത് എന്ന് യഥാർത്ഥത്തിൽ പറയുക. അതിനാണ് മഹാന്മാര് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. बुजुर्गों और दोस्तों, मुर्दे को जिंदा करना ये नबी करे तो मोजिजा है, वली करे तो करामत है, और काफिर करे तो कुछ और है। अल्लाह ताला हमको समझने की तौफीक अता करे। लेकिन मुर्दे को जिंदा करना यही करामत नहीं है, और ये सबसे आला करामत नहीं है। अगर कोई मुर्दे को जिंदा कर दे, क्या गारंटी है कि ये जन्नती बनेगा? जहन्नम से निकलकर जन्नती बनेगा? अगर ये जिंदा कर दे, अगर ये फिर जहन्नम में गया तो फिर उसका जिंदा करना क्या फायदा है? अगर उसको जिंदगी दे, वो जिंदगी में अगर वो बदकारी करे, नेकोकारी से हटकर वो बदकार अगर बन जाए, अगर वो फिर से उसको जिंदगी दे, फिर वो हयात पाकर और चार को हतल करके जहन्नम में जा रहा है, तो फिर ये वली की करामत दिखाना क्या फायदा है? बुजुर्गों, वली की करामत वो होती है जब उसकी हकीकी करामत किसी बंदे खुदा पर जब पड़ जाती है, जब वो करता है, तो फिर वो बदकारी का सवाल नहीं, बल्कि अच्छा ही उसमें नजर आती है, बुराई उसमें नजर नहीं आती। ബഹുമാനികളെ, മരിച്ചുപോയ ആളെ ജീവിപ്പിക്കുന്ന ഈ പ്രവർത്തനം ഒരു നബിയാണ് ചെയ്തത് എങ്കിൽ അതിന് മുഅ്ജിസ എന്ന് പറയുന്നു. ആ പ്രവർത്തനം ഒരു വലി ചെയ്താൽ അതിന് കറാമത്ത് എന്ന് പറയുന്നു. അതേ പ്രവർത്തനം കാഫിറോ ഫാസിഖോ ഫാജിറോ ചെയ്താൽ അതിന് വേറെ പേരിൽ അറിയപ്പെടുന്നു. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ മരിച്ചയാളെ ജീവിപ്പിക്കുക എന്നുള്ളത് വലിയിലോ നബിയോ മാത്രം ചെയ്യുന്ന ഒരു കാര്യമായി പറയാൻ പറ്റിയ ഒന്നല്ല. അങ്ങനെ ഒരാള് ഒരു മരിച്ചുപോയ ആളെ ജീവിപ്പിച്ചു എന്ന് കണക്കാക്കുക, കറാമത്തിലൂടെ ആകട്ടെ എങ്ങനെയാകട്ടെ, അങ്ങനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആള് സ്വർഗാവകാശിയെ തന്നെയാകുമെന്നത് ഗ്യാരണ്ടിയാണുള്ളത്. ഇയാള് ജീവിച്ചു, ആ ജീവിച്ചതിന് ശേഷം ഇയാൾ മരിച്ച് ദോഷങ്ങൾ ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, കുറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, ഈ വലിയ ഇയാളെ മരിച്ചോർന്ന് ജീവിപ്പിച്ചതിനാൽ എന്ത് പ്രയോജനമാണ് ഇപ്പോൾ ഉണ്ടായത്? അയാൾ അതിനുശേഷം നരകാവകാശിയായി പോവുകയാണ് ചെയ്തത്. അഥവാ ഈ മരിച്ചാള്
അയാളെ ഒരു വലിയ ജീവിപ്പിച്ചു കറാമത്തിനാൽ. ആ ജീവിച്ച ആള് ജീവിച്ചതിന് ശേഷം വേറെ 4 ആളുകളെ കൊന്നുകൊണ്ട് പിന്നെ മരിക്കുകയാണെങ്കിലോ? ഈ മരിച്ച ആളെ ജീവിപ്പിച്ചതിന്റെ കാര്യം എന്താണിപ്പോ? അത് കാരണം വേറെ 4 ആളും കൂടി മരിക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനത്തെ കറാമത്ത്, ഇത് കറാമത്ത് തന്നെയാണ്. പക്ഷേ ഇത് ഏറ്റവും ഉന്നതമായ കറാമത്ത് എന്ന് പറയാൻ പറ്റിയതായ ഒരു സ്ഥിതിയിലുള്ള ഒന്നല്ല. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവര് ഒരു കറാമത്തില് പ്രകടമാക്കി കഴിഞ്ഞാൽ അവിടെ ആ കറാമത്ത് എങ്ങനെയാണ്? ആ കറാമത്തിലൂടെ പിന്നെ അയാൾ നരകാവകാശിയായി പോകുന്ന പ്രശ്നമില്ല, അയാൾ സ്വർഗാവകാശിയാവുകയാണ്. അയാളിലൂടെ നന്മകൾ മാത്രം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കറാമത്തുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ ഉണ്ടാകുന്ന യഥാർത്ഥ കറാമത്തുകൾ. बुजुर्गों और दोस्तों, हम करामत किसको समझ रहे हैं? अगर कोई आसा फेंक दे जमीन में और वो सांप बन जाए, ये करामत है। ये वली की करामत जरूर है, ये नबी की भी करामत है, मोजिजा है, वली की भी करामत है, इनकार नहीं है। लेकिन ये काफिर कर सकता है या नहीं कर सकता? कुरान खुद बयान कर रहा है। बुजुर्गों, जब अंदाजा लगाए आप, जब ये नबी से हो रहा है तो मोजिजा, वली से, करामत और इनसे कुछ और हो रहा है। सूरत तो एक ही है, फिर ये करामत कैसे आला मुकाम पर पहुंची? बुजुर्गों, सबसे आला करामत ये नहीं है। हम इसको समझ रहे हैं, हाँ ये हो गई तो ये अल्लाह का वली, ये हो गई तो ये अल्लाह का वली। ये तो काफिर भी कर रहा है, तो फिर काफिर में और अल्लाह के वली में फर्क क्या है? अगर हम समझने की कोशिश करेंगे, अल्लाह ताला हम सबों को हकीकी करामत से मालामाल भी फरमाएगा और हकीकी करामत को खुद में पाने की भी अल्लाह तौफीक अता फरमाएगा। അഥവാ ഒരാള് ഒരു വടി താഴെ ഇട്ടുകൊണ്ട് ഇതിനെ പാമ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നബി ചെയ്യുകയാണ്, അതിന് മുഅ്ജിസ എന്ന് പറയുന്നു. അതൊരു വലിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കറാമത്താണ്. എന്നാൽ ആ വടിയെ അല്ലെങ്കിൽ കയറിനെ താഴ്ത്തിട്ടുകൊണ്ട് പാമ്പാക്കുക എന്നുള്ളത് നബിയല്ല, കാഫിറുകളായ ആളുകൾക്കും ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഖുർആൻ അതിന് സാക്ഷിയാണ്. അപ്പൊ ഈ നിലക്ക് നബിയായ മഹാനവറുകളും വലിയും പ്രവർത്തിച്ച കാര്യം അത് അവർ ചെയ്യുമ്പോൾ അത് കറാമത്തി എന്നും മുഅ്ജിസത്തി എന്നും ഒക്കെ പറയുന്നെങ്കിൽ അത് കാഫിറിലൂടെ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളല്ല യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഉന്നതമായ കറാമത്തുകൾ. അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ നിർവഹിക്കുന്ന അവരുടെ കറാമത്ത് എന്താണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും ആ കറാമത്ത് കൊണ്ട് അനുഗ്രഹീതരാകാൻ സൗഭാഗ്യം നൽകും. നമ്മളിലൂടെയും അള്ളാഹു തആല അതുപോലെയുള്ള കറാമത്തുകൾ വെളിവാകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യുന്നതാണ്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ യഥാർത്ഥ കറാമത്തുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. बुजुर्गों और दोस्तों, ये जितने भी करामतें, जितने भी ये काम हो रहे हैं, ये वक्त पे हो रहे हैं और जब वक्त खत्म हो गया तो खत्म हो गया। लेकिन अल्लाह का करम है, मुहम्मदुर रसूलुल्लाह का सदका है। अल्लाह हमको ऐसे पीरान इज़ाम से, ऐसे अल्लाह के महबूब बंदों से अल्लाह ने हमें वाबस्ता किया है जिनकी करामतें कभी खत्म नहीं होती। जब तक वो दुनिया में है करामत होते रहती है, और जब वो इस दुनिया से चले जाते हैं तब भी उनकी करामत खत्म नहीं होती, बल्कि करामत जारी व सारी रहती है, जारी व सारी रहती है। अल्हम्दुलिल्लाह, देखिए क्या करामत है इनकी। बुजुर्गों, सबसे आला करामत वली की मुर्दे को जिंदा करना नहीं है, बल्कि सबसे आला करामत यह है कि एक मुर्दा दिल को जिंदा करना है, एक गाफिल को एक जाकिर बनाना है, एक जहन्नमी को एक जन्नती बनाना है, एक फासिक और फाजिर को एक सालेह बनाना है, एक सालेह को एक शहीद बनाना है, एक शहीद को एक सिद्दीक बनाना है, एक सिद्दीक को एक जानशीन नबी बनाना, ये सबसे बड़ी करामत। बुजुर्गों, मुत्तकी बनाना, ये सबसे बड़ी करामत। बुजुर्गों, जो फासिक और फाजिर है उसको जिस्म का मुत्तकी बनाना, ये सबसे बड़ी करामत। जो जिस्म का मुत्तकी है उसको क़ल्ब का मुत्तकी, क़ल्ब से भी रूह का, रूह से फिर सिर का, ये मुत्तकी बनाना सबसे बड़ा। बुजुर्गों, जब किसी बंदे को ऐसी हयात जब अल्लाह का वली अपनी करामत से देता है तो फिर आप बतलाइए वो क्या जहन्नमी हो सकता? क्या वो अल्लाह के मंशा के खिलाफ जिंदगी बसर कर सकता?
सिर्फ इतना ही नहीं बल्कि वो करामत से फैजियाब होकर अपनी करामत से लोगों को भी फैजियाब कर सकता है। ബഹുമാനികളെ, ഇന്ന് നാം എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം കറാമത്തുകളുണ്ടോ അതൊരു വലിയ പ്രകടമാക്കി കഴിഞ്ഞാൽ അത് ആ സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു കറാമത്ത് വെളിവായി ആ സമയം കഴിഞ്ഞതോടുകൂടി അതിന്റെ ഫലങ്ങളും അവസാനിച്ചു പോയി. അങ്ങനത്തെ കറാമത്തുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അതൊരു സമയത്തേക്ക് മാത്രം നിലനിന്നു. അത് സമയം കഴിഞ്ഞതോടുകൂടി ആ കറാമത്തിന്റെ അവസ്ഥയും അവസാനിച്ചു പോയി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഉന്നതന്മാരായ ഔലിയാക്കളുമായി നമുക്ക് നിസ്ബത്ത് നൽകിയിട്ടുണ്ടോ, ബന്ധം നൽകിയിട്ടുണ്ടോ, അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ ഉന്നതമായ കറാമത്തുകളെ അവര് ആ ജീവിതകാലത്ത് പ്രവർത്തിച്ചപ്പോൾ അപ്പോഴും അതിന്റെ ഫലങ്ങൾ നിലനിന്നു. അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനത്തെ അനേകം കറാമത്തുകൾ അവർ പ്രകടമാക്കിക്കൊണ്ടിരുന്നു. അവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയതിനു ശേഷവും ആ കറാമത്തുകൾ അവസാനിച്ചില്ല. അത് നിരന്തരം ആ കറാമത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ഒരു മരിച്ചു കിടക്കുന്നവന്റെ ശരീരത്തെ ജീവിപ്പിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ കറാമത്ത്. മറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും ഉന്നതമായ കറാമത്ത് ഒരു ചത്തുകിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ ജീവുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. മനസ്സ് ചത്തുപോയ ആളുടെ മനസ്സിന് ജീവുള്ള മനസ്സുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ ചെയ്യുന്നതായ ഏറ്റവും വലിയ കറാമത്ത്. അള്ളാഹുവിനെ തൊട്ട് ഗാഫിലായി അശ്രദ്ധനായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സദാസമയം അള്ളാഹുവിന്റെ ഓർമ്മയിൽ മാത്രം നിലനിൽക്കുന്നവനാക്കി മാറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ ചെയ്തതായ ഏറ്റവും ഉന്നതമായ കറാമത്ത്. ഇന്നുവരെ ദോഷിയും തമ്മാടിയുമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഒരു സാലിഹായ സംപ്രവർത്തകനാക്കി മാറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ കറാമത്ത്. ഈ സാലിഹിനെ നന്നാക്കിക്കൊണ്ട് അവരെ ഷഹീദിന്റെ മർത്തബയിലേക്ക് എത്തിക്കുക, ഈ ഷഹീദിനെ ഉയർത്തിക്കൊണ്ട് സിദ്ദീഖിയ്യത്തിന്റെ മർത്തബയിലേക്ക് എത്തിക്കുക, ഈ സിദ്ദീഖിയ്യത്തിന്റെ മർത്തബയിൽ നിന്ന് ജാനശീന നബിയുടെ അനന്തരിയായി പ്രവർത്തിക്കുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അഹ്ലുകാരായ മശായിഖന്മാര് ഔലിയാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ കറാമത്ത്. ഈ ദോഷിയായി കുറ്റങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയെ മുത്തഖിയാക്കി മാറ്റുക. ഇങ്ങനെ മുത്തഖിയായി മാറ്റിക്കഴിഞ്ഞാൽ എന്തിന്റെ തഖ്വ? അവന്റെ ശരീരത്തിന്റെ തഖ്വ, അവന്റെ ഖൽബിന്റെ തഖ്വ, അവന്റെ റൂഹിന്റെ തഖ്വ. ഈ തഖ്വകളൊക്കെ ഉള്ളവനാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആള് നരകാവകാശിയായി മാറുകയാണോ ചെയ്യുക? അതല്ല സ്വർഗത്തിന്റെ അവകാശിയായി മാറുകയാണോ ചെയ്യുക? ഈ നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനെ നന്നാക്കിക്കൊണ്ട് സ്വർഗാവകാശിയാക്കി മാറ്റി ഈ തഖ്വയിലൂടെ ഈ നരകക്കാരനെ സ്വർഗക്കാരനാക്കി മാറ്റിയെന്ന് മാത്രമല്ല ആ വ്യക്തിയിലൂടെ പിന്നെ ആ വ്യക്തി കാരണമായി എത്രയോ ആളുകൾ മുത്തഖീങ്ങളായി മാറുന്നു. അവരിലേക്ക് വരെ ആ കറാമത്തിന്റെ പ്രവർത്തനം മാറി അവരിലൂടെ എന്നേക്കുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഉന്നതമായ കറാമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാർക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. बुजुर्गों और दोस्तों, अल्लाह वालों के नजदीक ये करामतों की अहमियत नहीं बल्कि उससे बड़ी, उससे ज्यादा अगर अहमियत है इन करामात की है। कैसे करामतें हैं बुजुर्गों? एक फासिक और फाजिर बंदे को जो शराब का आदी है बुजुर्गों, उसको अपने सोहबत में बिठाकर अपने करामत से मालामाल करके, अपने फैजान से मालामाल करके एक शराब की चाहत में जिंदगी गुजारने वाले को बुजुर्गों बतलाइए, उसको शराब से नफरत उसके अंदर पैदा कर रहे हैं। बुजुर्गों, एक जुआरी को जुए से नफरत पैदा करवाया जा रहा है, एक बेनमाजी को नमाजी बनाया जा रहा है, एक फिस्क और फुजूर में रहने वाला, हर बुराई में रहने वाला, उसको अच्छाई करने वाला उसको बनाया जा रहा है। ये करामत देखिए, आज अल्लाह का करम है। आज अल्लाह ताला हमको कैसे अहलुल्लाह से हमें वाबस्ता किया है। आज कई हम में से भी लोग हैं जो फिस्क और फुजूर में गुजारते थे, लेकिन आज हम ये औलिया अल्लाह की करामतों को खुद में पा रहे हैं। खुद में पाने वाले अल्लाह हमको बनाया है, जिसकी वजह से हम नमाज के पाबंद बने हैं, जिसकी वजह से फिस्क और फुजूर की जिंदगी को छोड़कर अल्लाह की खशियत और मोहब्बत में जिंदगी गुजारने वाले हम बने हैं, जिसकी वजह से, इनकी सोहबत की वजह से, इनके करामात की वजह से हमारे अंदर क्या तब्दीली आई है कि आज जो बुराइयों में हमको ख्वाहिश, जो लज्जत आती थी, आज वो छोड़ने में हमको लज्जत महसूस हो रही है। आज जो
गुनाहों की तरफ हम माइल थे, आज अल्लाह की नाफरमानी में जो हमको लज्जत महसूस होती थी, आज फर्मा बरदारी में एक ज़ौक़ और शौक़ पैदा हो रहा है। ये इनकी करामत है हकीकी। देखो ये तक़वा, ये अल्लाह वाले सबसे बड़ी करामत उनकी है कि एक अल्लाह के बंदे को एक मुत्तकी बना दिया जाता है, तक़वे वाला बना दिया जाता है। ये तक़वा इख्तियार करना, इनकी सोहबत में बैठकर, तो इंशाअल्लाह इनके हकीकी करामत से अल्लाह हम सबों को मालामाल फरमाएगा। ബഹുമാനികളെ, ഒരു മദ്യപാനിയായ, കള്ളുകുടി അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് അയാളെ നന്നാക്കി, തന്റെ സഹവാസത്തിലിരുത്തി നന്നാക്കി, അയാളെ ലഹരിക്ക് എതിരായി പ്രവർത്തിക്കുന്ന, ലഹരിയുടെ പേരിനോട് വെറുപ്പുള്ളവനാക്കി മാറ്റുന്ന ഉന്നതമായ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ അഹലുകാരായ നമ്മുടെ മഹാന്മാര് ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഷീറ്റ് കളിക്കാരൻ അതിന്റെ ലഹരിയിലായി പണം തുറച്ചുകൊണ്ടിരുന്നവനെ തന്റെ സഹവാസത്തിലിരുത്തി നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖശിയ്യത്തിലും അള്ളാഹുവിന്റെ മഹബ്ബത്തിലും സ്നേഹത്തിലും ഭക്തിയിലുമായി ജീവിക്കുന്ന ഉന്നത അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തി എന്നുള്ളത് ഈ മഹാന്മാര് ചെയ്ത പ്രവർത്തനമാണ്. നാം ആലോചിക്കണം, എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്ത് അനാചാരങ്ങളെ മാത്രം ജീവിതമാക്കിയ ആളുകളെ തന്റെ സഹവാസത്തിലിരുത്തിക്കൊണ്ട് അവരെ അള്ളാഹുവിന്റെ ഭയത്തിലും അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിലുമായി ജീവിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചിരുന്നവനെ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാക്കി മാറ്റുന്ന, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാൻ തയ്യാറല്ലാത്തവനെ സർവ്വ നന്മകളുടെയും അവകാശിയാക്കി മാറ്റുന്ന ഈ പ്രവർത്തനം ഏതെന്ന് അള്ളാഹുവിന്റെ അഹലുകാരായ മഹാന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഇത് അവരുടെ എത്രമാത്രം ഉന്നതമായ കറാമത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ബന്ധം നിങ്ങൾ ആലോചിക്കൂ. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ എത്രയോ ആളുകൾ അവരുടെ നേരത്തെ ജീവിതം എന്തായിരുന്നു എന്ന് ആലോചിച്ചു നോക്കുക. ആ നേരത്തെയുള്ള ജീവിതത്തിൽ നിന്ന് ഈ മഹാന്മാരുടെ നോട്ടം നമ്മിലേക്ക് പതിയുകയും അവരുടെ സഹവാസം നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത് മുന്നേറിയപ്പോൾ അവര് നമ്മളുണ്ടാക്കിയതായ മാറ്റത്തിലൂടെ ഉണ്ടായ ആ കറാമത്തിനെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഉന്നതമായ ഒരു കറാമത്തിന്റെ അവസ്ഥയാണ് അള്ളാഹുവിന്റെ അഹലുകാർ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. യാതൊരു ബന്ധവും അള്ളാഹുവിനോടില്ലാതെ ജീവിച്ചിരുന്ന ആളുകളെ നന്നാക്കിക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അഹലുകാർ ചെയ്യുന്നതായ ഏറ്റവും വലിയ കറാമത്ത്. അങ്ങനത്തെ ഉന്നത കറാമത്തുകളുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധവും ആ കറാമത്തിലൂടെ അനുഗ്രഹീതമാകാനുള്ള സൗഭാഗ്യവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. बुजुर्गों और दोस्तों, जो गलत रास्ते पर चल रहा है उसको अपनी करामत से मालामाल करके उसको सिरातुल मुस्तकीम पर चलाना, ये सबसे बड़ी करामत है। हिदायत के रास्ते पर गामजन करना, ये सबसे बड़ी करामत है। देखो मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम हमको क्या दर्स दे रहे हैं। हज़रत मुआज़ बिन जबल रज़ी अल्लाह तआला अन्हु को जब सरकार तबलीग दीन के लिए जब एक मकाम पर जब भेज रहे हैं, क्या इरशाद फरमा रहे हैं, मुआज़ उतने सौ हजारों इतने अल्लाह के बंदों में से अगर तुम तबलीग कर रहे हैं, उसमें से अगर एक बंदा अगर हिदायत के रास्ते पर अगर गामजन हो गया तो सारी नेमतों से बढ़कर ये अल्लाह की नेमत है। सबसे आला नेमत यह है कि तुम्हारी वजह से एक अल्लाह का बंदा हिदायत के रास्ते पर गामजन हो जाए। ये दर्ज देने वाले मोहम्मदुर रसूलुल्लाह हमको बतला रहे हैं, सबसे बड़ी करामत अगर है तो गलत रास्ते पर चलने वाले को सीधे रास्ते पर गामजन करना है, सीधे रास्ते पर गामजन करना। आज हम करामत इसको समझ रहे हैं, ये करामत हमको एहसास तक नहीं है कि करामत है और कैसे हमको इसको पाना है, हमको ये इल्म नहीं। अल्लाह का करम है ऐसे दौर में जहां पर हर कोई दुनिया की लज्जात में ख्वाहिशात में लगा हुआ है, दुनिया के लिए अपनी जिंदगी को बसर कर रहा है, ऐसे दौर में दुनिया में रहकर अल्लाह को राजी करने वाले अल्लाह के बंदों से अल्लाह ने वाबस्ता किया है। उनकी सोहबतों में बैठकर अगर उनके करामात से अगर हम खुद मालामाल होंगे तो इंशाअल्लाह अल्लाह हमको नमाजों का पाबंद बनाएगा। अल्लाह हमको फिस्क और फुजूर से हटकर
एक सालेह मुसलमान बनाएगा। अल्लाह हमको मुत्तकी और परहेजगार अल्लाह हमको बनाएगा। देखे औलिया अल्लाह के नजदीक सबसे बड़ी करामत क्या है? हमारे और आपके आका हुजूर सैयदना अब्दुल कादिर जिलानी रजी अल्लाह तआला अन्हु की बारगाह में एक शख्स आता है, आकर कई दिन से बैठा हुआ है, कोने पर बैठा हुआ है, कई दिन बीत गए, सरकार को देख रहा है, लेकिन जब वक्त आया कई दिन बीत गए, वापिस अपने पोटली को सामान को लेकर अपने घर की तरफ जब लौट रहा है, उस वक्त सरकार मुखातिब होकर उसको बुलाते हैं, इधर क्या हुआ? आया और जा रहा है, क्या मकसद है तेरा, क्या चाहता है तू? वो अर्ज करता है, सैयदी आपके करामात का शोहरा तो सारी बगदाद में फैला हुआ है, आपके करामात को सुना तो हूं लेकिन देखने के लिए आया, लेकिन मैं जब से आया एक भी करामत नजर नहीं आ रही है। वजह क्या है? मैं जब करामत नजर नहीं आ रही है इसीलिए मैं अपने घर को जा रहा हूं। जो सुना था मैं वहां यहां पर आकर वो करामतों को नहीं देखा। सरकार उससे मुखातिब होकर इरशाद फरमाते हैं, बतला क्या मैं दीन के खिलाफ कुछ अमल किया? दीन के खिलाफ कुछ अमल किया? वर्ष करता है ये तो मैं नहीं देखा है जब से। आप फिर इरशाद फरमाते हैं, क्या मैं नमाज को तर्क किया? नहीं किए। क्या मैं सुन्नतों को तर्क किया? नहीं किए। फर्ज को तर्क किया? नहीं किए। वाजिबात को तर्क किया? नहीं किए। नवाफिल को तर्क किया? नहीं किए। सरकार इरशाद फरमाते सबसे बड़ी करामत यही है, अल इस्तिकामतु फौकल करामा। ये इस पर इस्तिकामत से ठहरना, तक़वे वाली जिंदगी बसर करना, ये वो करामतों से बड़ी करामत ये है। आज ये इस्तिकामत हमारे अंदर कहां है? हम जरा नजर डाल के देखना, करामतों को बोलने वाले, करामतों को सुनने वाले, ये तक़वे में इस्तिकामत कहां है? हम नजर डाल के देखो, अपना अपना मुहासिबा करो, देखो कि आज मैं जो करामत को जो बयान कर रहा हूं, क्या मैं मुत्तकी हूं? क्या मैं तक़वे वाली जिंदगी बसर कर रहा हूं? तक़वा सिर्फ जिस्म का नाम नहीं, बुजुर्गों, जिस्म की अदाकारियों का नाम नहीं, बुजुर्गों, ऊंचा जुब्बा पहनने का नाम सिर्फ तक़वा नहीं, बुजुर्गों, सुरमा लगाना, बुजुर्गों, पहली सफ में जाकर ठहरना, अच्छे अंदाज में कुरान की तिलावत करना, ये तो तक़वे की अलामत तो है, लेकिन तक़वा नहीं है, मुकम्मल तक़वा नहीं। बुजुर्गों, तक़वा क्या है? बुजुर्गों, जिस्म की अदाकारियों का नाम नहीं, बल्कि तक़वा सरकार दो आलम सल्लल्लाहु अलैहि वसल्लम इरशाद फरमा रहे, अत्तक़वा हा होना, क़ल्ब से उसका ताल्लुक है। देखो, क़ल्ब में नजर डाल के देखो, क्या मुत्तकी हूं या नहीं हूं? अल्लाह ताला हम सबों को हकीकी मुत्तकी बनाए और वो इस्तिकामत के साथ तक़वे पर गामजन रहकर जिंदगी गुजारने वाला अल्लाह हम सबों को बनाए। ബഹുമാനികളെ, തെറ്റായ മാർഗത്തിലൂടെ ചലിക്കുന്ന ഒരാളെ സന്മാർഗത്തിലൂടെ ചലിക്കുന്നവനാക്കി മാറ്റുക, സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിലൂടെ ചലിക്കുന്നവനാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്. വഴിപിഴച്ച ജീവിതം നയിക്കുന്നവന് ഹിദായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ലോകത്ത് സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കറാമത്ത്, ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. അതിനേക്കാൾ ഉന്നതമായ ഒരു നിഅമത്ത് ലോകത്ത് നമുക്ക് സമ്പാദിക്കാനില്ല എന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ ഹദരത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു രാജ്യത്തേക്ക് ദീനിന്റെ പ്രബോധകരായി കൊണ്ട് അയച്ച സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട അല്ലയോ മുആദ്, അഥവാ നിങ്ങൾ കാരണമായി ഇത്രയും ആളുകളുടെ ഇടയിൽ, അഥവാ നിങ്ങൾ കാരണമായി ഏതെങ്കിലും ഒരു വ്യക്തി സന്മാർഗം പ്രാപിച്ചാൽ ആ സന്മാർഗം പ്രാപിക്കുക എന്നുള്ളത് ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ സമ്പാദിക്കുന്ന അല്ലാഹുവിന്റെ നിഅമത്തുകൾ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് അതാണ് എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട മഹാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. നാം മനസ്സിലാക്കണം, വഴി പിഴച്ചു പോകുന്ന ആളുകൾക്ക് വഴി കാട്ടിക്കൊടുക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമായ കറാമത്ത്. ഇന്ന് നമ്മളൊക്കെ ഈ ഭൗതികമായ ലോകത്ത്, ഈ ഭൗതികതയുടെ ലഹരിയില്, അതിന്റെ അടിമകളായിക്കൊണ്ട്, അതിന്റെ ആശയിൽ, അതിന്റെ കൊതിയില്
തന്റെ സർവ്വതും മറന്ന് ജീവിക്കുന്നതിനിടയിൽ ഏതൊരു വ്യക്തി ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭക്തിയിലും അവനോടുള്ള സ്നേഹത്തിലുമായി അവനെ അനുസരിച്ച് ജീവിക്കുന്നവനായി മാറുന്നോ അവരാണ് ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവര്. അവർക്കാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ആ ബോധ്യങ്ങളുടെ മേൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ അനുഗ്രഹമാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഹദ്റത്തില് ഒരിക്കലും ഒരു വ്യക്തി വന്നുകൊണ്ട് അവിടെ ഹദ്റത്തിൽ താമസിക്കുകയാണ്. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ സാമഗ്രികളൊക്കെ വെച്ച് ഒരു മൂലയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹത്തിന്റെ സാധനങ്ങളും സാമഗ്രികളും എടുത്ത് പോകാൻ പുറപ്പെടുകയാണ്. പോകാൻ പുറപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ ചോദിച്ചു, അതല്ല നീ വന്നല്ലോ, ഈ വന്നിട്ട് പോകുന്നതിന്റെ ആവശ്യം എന്താണ്? എന്തിനാണ് വന്നത്? പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ലോകത്ത് നാട്ടിലൊക്കെ തങ്ങളുടെ കറാമത്തിനെ പറ്റി വലിയ പ്രസിദ്ധിയാണ് കേൾക്കുന്നത്. വളരെയേറെ കറാമത്തുകൾ പ്രകടമാക്കുന്നവരാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ, എന്നുള്ള ധാരണയാണ് ആളുകളൊക്കെ ഉള്ളത്. എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ ആ തങ്ങളുടെ കറാമത്തുകളൊന്ന് നേരെ കണ്ണുകൊണ്ട് കാണാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ വന്നിരുന്നത്. പക്ഷെ ഇത്രയും ദിവസം ഇവിടെ ഇരുന്നതിന് ശേഷം അങ്ങനത്തെ ഒരു അത്ഭുത സിദ്ധി, ഒരു കറാമത്തൊന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന വ്യക്തി പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതല്ല നീ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ദീനിന്റെ കൽപ്പനകളില് ഏതെങ്കിലും ഒരു കൽപ്പനയ്ക്ക് എതിരായി വല്ലതും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല, അങ്ങനെ ദീനിനെതിരായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും വല്ല ഫറായിലുകൾ, ഫറദായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിട്ട് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും വാജിബായ വല്ല കാര്യവും ഞാൻ ഒഴിവാക്കുന്നത് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും സുന്നത്തായ വല്ല കാര്യവും ഒഴിവാക്കുന്നത് കണ്ടോ? വല്ല നഫ്ലായ ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒഴിവാക്കുന്നതായി നിങ്ങൾ എന്നിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെയൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങൾ ദീനിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തിത്വമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇങ്ങനെ ദീനിന്റെ ഈ കൽപ്പനകളിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത്. അൽ ഇസ്തിഖാമത്തു ഫൗഖൽ കറാമ. കറാമത്തിനേക്കാൾ ഉന്നതമായ അവസ്ഥയാണ് ദീനിന്റെ കാര്യങ്ങളിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക എന്നുള്ളത്. ഈ കറാമത്തിനെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കറാമത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ശ്രദ്ധ മറ്റുള്ള കറാമത്തിനും ഭൗതികമായ നേട്ടങ്ങളിലുമായതിനാൽ ഈ കറാമത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ തൊട്ട് മുഖം തിരിഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്നാൽ ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചെയ്തു. എത്രമാത്രം ഉന്നതമായ കറാമത്തുകളുടെ വക്താക്കളുമായുള്ള ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നാം ആലോചിക്കണം, ഈ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ഈ കറാമത്ത്, ഈ ഉന്നതമായിരിക്കുന്ന അവസ്ഥ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കിയതായ തഖ്വ ഏതാണോ, അള്ളാഹുവിന്റെ ഭക്തിയിലും അവന്റെ തഖ്വയിലും ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാര്യത്തില് നമ്മൾ അതിന്റെ എല്ലാ മേഖലയിലും ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന അവസ്ഥ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഇസ്തിഖാമത്ത് ഈ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ അതിന്റെ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക? ഈ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ഭക്തിയിലും അവന്റെ ഖശിയത്തിലുമായി കൊണ്ടുള്ള ഈ മാറ്റം വരാത്ത ഇസ്തിഖാമത്തിന്റെ അവസ്ഥ എങ്ങനെ എനിക്ക് നേടാൻ സാധിക്കുമെന്ന കാര്യത്തിലാണ് നമ്മളൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ആ ഇസ്തിഖാമത്തോട് നിലകൊള്ളുന്ന ഒരു തഖ്വയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഉണ്ടാക്കി തീർക്കേണ്ടത്. ഒരു ഫാസിഖായ ഫാജിറിനെ ഈ അള്ളാഹുവിന്റെ അഹിരികാരായ മഹാന്മാര് ഇങ്ങനത്തെ യഥാർത്ഥ മുത്തഖീങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് ഈ മഹാന്മാര് ചെയ്തതായ ഏറ്റവും ഉന്നതമായ അവിടുത്തെ കറാമത്തുകൾ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ തഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബാഹ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രകടനങ്ങളുടെ പേരാണ് നമ്മൾ തഖ്വ എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. മുത്തഖിയായി മാറുക എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഏതാനും ചില ശാരീരിക പ്രകടനങ്ങളുടെ പേരാണ് തഖ്വ എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് എന്താണ്? നല്ലൊരു നീളം ചുപ്പ വെച്ചാൽ അത് തഖ്വയായി, നല്ലൊരു സുർമ തേച്ചാൽ തഖ്വയായി, തലപ്പാവും ജുബ്ബയും ഒരു തുണി കയറ്റി കൊടുത്ത് ഇങ്ങനെ നിസ്കാരത്തിന് മുമ്പേ സഫർ പോയി നിന്താൽ നമ്മൾ മുത്തഖിയായി, തഖ്വയായി. ഇതൊക്കെ തഖ്വയുടെ അടയാളങ്ങൾ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ തഖ്വ ഇതിനല്ല പറയുക.
തഖ്വ നമുക്ക് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തു, നമുക്ക് മനസ്സിലാക്കി തന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഒന്നാണ്. അതല്ലാതെ ഈ ശരീരത്തിന്റെ ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളുടെയോ അതിന് ചില ആചാരങ്ങളുടെയോ മാത്രം പേരല്ല തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഒന്നാണ്. ഈ തഖ്വയുടെ വക്താക്കളാക്കുന്ന പ്രവർത്തനമാണ് ഉന്നതന്മാരായ ഔലിയാക്കളായ മഹാന്മാര് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കറാമത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കറാമത്ത് കൊണ്ട് അനുഗ്രഹീതരാകാനും ആ കറാമത്തിന്റെ വക്താക്കളായി മുന്നേറാനും അല്ലാഹു തആല നമുക്കും അവസരം നൽകുന്നതാണ്. बुजुर्गों और दोस्तों, मुत्तकी बनाना ये सबसे बड़ी करामत, सबसे बड़ी करामत। आज अल्हम्दुलिल्लाह हमको अल्लाह ताला जिन अल्लाह वालों से वाबस्ता किया है, ये हमारे अंदर तक़वा पैदा करते हैं। वो तक़वे को हासिल करने के लिए, वो तक़वे पर अमल पैरा होने के लिए, वो मुत्तकी बनने के लिए आज हम जिसकी याद में जमा हुए वो नूरुल मशाइख से वाबस्ता हुए। बुजुर्गों, उनकी सोहबत अख्तियार किए, अल्लाह ने ऐसा मुत्तकी बनाया, उनकी सोहबत में बैठने वालों को भी अल्लाह मुत्तकी बना दिया। ये करामत से माला माल हो। बुजुर्गों, ये तक़वा ही है सबसे आला करामत। अल्लाह ताला अपने कलाम में क्या इरशाद फरमा रहा है, इन्ना अक्रमकुम इंदल्लाहि अत्क़ाकुम। अल्लाह क्या इरशाद फरमा, सबसे आला अगर करामत है, मुकर्रम है, तो क्या है? तक़वा है। बुजुर्गों, मुत्तकी तुम बन जाओ, सबसे आला करामत। अल्लाह ताला का हम पर बड़ा करम है, हमको ये तक़वे वाली जिंदगी बसर करवाने वाले, तक़वे पर अमल करने वाले औलिया अल्लाह से हमें वाबस्ता किया। उनकी सोहबतों में जब हम बैठे हैं, उनकी याद में जब अल्लाह ताला हमको बिठाया है, हकीकी तक़वा क्या है हम उसको समझने की हम कोशिश करें। यही है हमारे आखिरत का ज़ख़ीरा, यही हमारे आखिरत का ज़ख़ीरा। अगर हम इसकी फिक्र अगर हम नहीं करेंगे, कल हमको खबर में परेशानी, हशर में परेशानी, अल्लाह हमारी हिफाजत फरमाए। हमको दुनिया से ज्यादा आखिरत की फिक्र करनी चाहिए, खबर की फिक्र करनी चाहिए। आज आखिरत की खबर की फिक्र नहीं, बुजुर्गों, हमको दुनिया की फिक्र, आखिरत की फिक्र करो। दुनिया की फिक्र करने से क्या फायदा है? क्या फायदा है? जितना हम मेहनत करेंगे सब हमको छोड़ कर जाना पड़ेगा, कोई चीज हम नहीं ले जा सकते। बुजुर्गों, अगर हम अपने आप को अगर मुत्तकी बनाएंगे, आखिरत की फिक्र करेंगे, इंशाअल्लाह हम मर भी जाएंगे लेकिन अल्लाह हमारे फैजान से लोगों को महरूम नहीं रखेगा। हम मर भी जाएंगे, खत्म भी हो जाएंगे, अल्लाह हमारे फैजान से हमको भी माला माल करेगा, हमारे अहलो अयाल को, हमारे चाहने वालों को भी अल्लाह माला माल करेगा। देखो अल्लाह वालों ने हमें क्या बतलाया है। नूरुल मशाइख रहमतुल्लाह अलैह और हमारे शेख हमेशा मिसाल देते थे, तुम दुनिया में एक गाड़ी लेना चाहते हो, एक कार लेना चाहते हो, सबसे पहले क्या देखते? इसका इंजन कैसा है, इसका इंजन कैसा है। इंजन अच्छा है तो फिर उसके बाद तुम्हारी फिक्र क्या होती है? इंजन तो अच्छा है लेकिन आगे चल के अगर खराब अगर हो जाएगी गाड़ी तो इसके पार्ट्स हिंदुस्तान में मिलेंगे या नहीं मिलेंगे? मिलेंगे या नहीं मिलेंगे? गाड़ी लेने से पहले इतनी फिक्र, अगर उसके पार्ट्स मिल भी जाते, इंजन अच्छा भी रहता, तुम गाड़ी ले भी लेते, छोड़ के जाना है या नहीं है तुमको? बुजुर्गों, इतनी फिक्र। और फिर आगे हमको बतलाते हैं, तो एक जमीन ले रहा है, पहले देखता है कि जमीन पाक और साफ क्लियर है या नहीं है, उसके बाद उसके डॉक्यूमेंट देखता है, क्या देख रहा है? ये डॉक्यूमेंट क्लियर है या नहीं है। फिर उसके बाद ये देख रहा है इसका लिंक डॉक्यूमेंट है या नहीं है, उसके बाद फिर ये देख रहा है कि इसको रजिस्ट्रेशन है या नहीं है। बुजुर्गों, हमारे पीरों ने हमको बतलाया, जब तू इतना दुनिया के मामले में देख रहा है, तहकीक कर रहा है, ऊपर के तक पेपरात देख रहा है, ये रजिस्ट्रेशन है या नहीं है, पेपर क्लियर है या नहीं है, ये तक देख रहा है। और ये किसके लिए देख रहा है? जो दुनिया में छोड़कर तुझे जाना है। तो आखिरत की फिक्र कर, देख वहां पर मुझे कोई चीज नुकसान तो नहीं पहुंचाएगी, वहां पर मुझे कोई जहन्नम के करीब तो नहीं ले जाएगी। ये देख कि कोई बुराई ऐसी तो नहीं है मेरे अंदर जिससे अल्लाह मुझसे नाराज हो जाए, ऐसी कोई नाफरमानी तो नहीं है मेरे अंदर जिससे मोहम्मदुर रसूलुल्लाह नाराज हो जाए,
ऐसा कोई अमल तो नहीं है मेरे अंदर जिससे मैं कल रसूलुल्लाह को क्या चेहरा दिखाऊं। इसकी अगर तू फिक्र करेगा, जब सवाल होगा मां दीनू का, खुदा की इज्जत के वजम, तो दीन मेरा ये है, इसका हम सही जवाब दे सकेंगे। बुजुर्गों, दीन के मुताल्लिक हम सही जवाब दे सकेंगे। अल्लाह ताला हम सबों को आखिरत की फिक्र करने वाला बनाए। ബഹുമാനികളെ, ഏറ്റവും വലിയ കറാമത്ത് മുത്തഖീങ്ങളാക്കുക എന്നുള്ളതാണ്. ദോഷികളായ ആളുകളെ, കുറ്റക്കാരായ ആളുകളെ തഖ്വയുടെ അവകാശികളാക്കുക, മുത്തഖീങ്ങളാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്. ആ തഖ്വയുടെ അവസ്ഥ ലഭ്യമാവുക, ആ തഖ്വയുള്ള ജീവിതത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക, അത് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇന്ന് നാം ഏതൊരു മഹാനവറുകളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നോ അവർക്ക് ഈ കേരളം വിട്ട് ഹൈദരാബാദിലെ നൂരിശാ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തേണ്ടി വന്നത്. അവിടെ ഹദറത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് തഖ്വയുടെ ഇസ്തിഖാമത്തിന്റെ പാഠം അവർ കരസ്ഥമാക്കിയത്, എങ്ങനത്തെ മുത്തഖിയായി അവർ ജീവിച്ചു, അവരുടെ സഹവാസത്തിൽ ആര് വന്നിരുന്നോ അവരും മറ്റുള്ളവരെ മുത്തഖീങ്ങളാക്കി മാറ്റുന്നവരായി. ഇത്രയും ഉന്നതമായ തഖ്വയുടെ ഒരു നിഅമത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകത്ത് വെച്ച് നേടിയെടുക്കാനുള്ളത്. ആ തഖ്വയ്ക്ക് അള്ളാന്റെ അടുക്കൽ സീറ്റുള്ളൂ, അവരാണ് ഏറ്റവും ഉന്നതമായ കറാമത്തിന്റെ അവകാശികള്. ഈ തഖ്വ ആരിലുണ്ടോ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനവും പദവിയും ഉള്ളവര്. അള്ളാഹു തആല പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുക്കറമായ ആള്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കറാമത്തുള്ളവൻ ആരാണ്? മുത്തഖീങ്ങളാണ്. ആർക്കാണോ തഖ്വയുള്ളത് അവരാണ് അള്ളാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായവര്, അള്ളാന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവര്. ഈ മഹത്വത്തിന് അവകാശികളാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മഹാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹത്വത്തിന് നമ്മൾ അവകാശികളാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തെ കുറിച്ച് ശരിക്കും നമ്മൾ ആലോചിക്കാനും ചിന്തിക്കാനും തയ്യാറാകണം. ഇന്ന് ഈ നശ്വരമായ ഈ ഭൗതിക ലോകം അതിന്റെ ഓരോ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിക്കുന്ന ചുറ്റുപാടാണ് നമുക്കുള്ളത്. പക്ഷേ എപ്രകാരം ഏത് വിധത്തില് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നോ എന്നതുപോലെ നമ്മുടെ ആഖിറത്തിന്റെ കാര്യത്തില്, നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ കാര്യത്തില്, ഈ ഭരണത്തിന് ശേഷം നമുക്ക് ജീവിക്കാനുള്ള കാലാകാല ജീവിതത്തിന്റെ കാര്യത്തില് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയോ തെറ്റുകൾ തിരുത്തുകയോ വേണ്ടതുപോലെ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നേറുകയോ ചെയ്യുന്ന സ്വഭാവം ഇന്ന് നമ്മളില്ല. ഇന്ന് നമ്മൾക്കുള്ള പ്രാധാന്യം ദുനിയാവിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ദീനിന്, ആഖിറത്തിന് പ്രാധാന്യം കൽപ്പിക്കുക എന്നത് ആ സ്വഭാവം നിന്ന് അവസാനിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ഇന്ന് അഥവാ നമ്മളിലുള്ള ഒരാള് അഥവാ ഒരു കാറ് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായി നോക്കും ഈ കാറിന്റെ ഇഞ്ചൻ വളരെ ക്ലിയർ ആണോ, ശരിയാണോ, ആ കാറിന്റെ ഇഞ്ചൻ ശരിയാണ്. അതിനുശേഷം ഇതിന്റെ പേപ്പറുകളൊക്കെ ശരിയാണോ, ആ പേപ്പറുകളും ശരിയാണ്. ഈ കാർ അഥവാ ഞാൻ വാങ്ങി ഉപയോഗിക്കുകയാണ്, ഇതിന്റെ ഇഞ്ചനോ പാർട്സോ വല്ലതും ശേഷം കേടുവരികയാണെങ്കിൽ ഇതിന്റെ പാർട്സുകൾ ഇവിടെ ഇന്ത്യയിൽ തന്നെ കിട്ടുമോ, ഈ സ്പെയർ പാർട്സ് ഒക്കെ നമുക്ക് ശരിക്കും കിട്ടുമോ, അത് ലഭ്യമാകുമോ? ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു കാറ് വാങ്ങുന്നത്. ഏത് കാറ് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഒഴിവാക്കി പോകേണ്ട കാറാണ്, എന്നൊന്നും ലോകത്ത് തന്നോടൊപ്പം നിലനിർത്തേണ്ട സാധനമല്ല ഈ വാങ്ങുന്നത്. ഈ താൽക്കാലികമായ ജീവിതത്തിൽ കുറഞ്ഞ കാലത്തേക്ക് ഉപയോഗിക്കാൻ ഇവിടെ ഒഴിവാക്കി പോകേണ്ട ഈ സാധനത്തിന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നതുപോലെ ഒരാൾക്കൊരു ഭൂമി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നോക്കുന്നത് ഈ ഭൂമി നല്ല വൃത്തിയുള്ള, നല്ല എനിക്ക് വാങ്ങാൻ പറ്റിയ, താമസിക്കാനൊക്കെ പറ്റിയ നല്ല ഭൂമി തന്നെയാണോ എന്ന് നോക്കിയിട്ടാണ് ആദ്യം നോക്കുന്നത്. അങ്ങനെ നല്ല ഭൂമിയൊക്കെ ആണെങ്കിൽ എന്നാ പിന്നെ ഇതിന്റെ ആധാരമൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കും. ആ ആധാരവും ശരിയാണ്. എന്നാൽ ഈ ആധാരത്തിന്റെ പിന്നെ ലിംഗാധാരങ്ങൾ, അത് ഇതിന് മുമ്പ് ഇതിന് ഉടമസ്ഥൻ ആരായിരുന്നു, അതിന്റെ മുമ്പ് ആരായിരുന്നു എന്നുള്ള ഈ ലിംഗാധാരങ്ങളും കൂടി, അടിയാധാരം, ഇതും അതുപോലെ ശരിയാണോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ പരിശോധിച്ച രജിസ്ട്രേഷൻ വളരെ ക്ലിയർ ആണ് എന്നതൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് വാങ്ങാൻ തയ്യാറാകുന്നത്. ഏത് ഭൂമി? ഈ ഭൂമിയും കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒഴിവാക്കി പോകാനുള്ള ഭൂമിയാണ്. ഇങ്ങനെ ഈ ഒഴിവാക്കി പോകാനുള്ള ഭൂമി വാങ്ങുന്നിടത്ത് എന്നതുപോലെ തന്നെ ഈ ഒഴിവാക്കി പോകാനുള്ള ഈ കാറ് വാങ്ങുന്നിടത്തൊക്കെ അതിന്റെ സുരക്ഷിതത്വവും അതിന്റെ ക്വാളിറ്റിയും അതിനുണ്ടാകേണ്ട ഗുണങ്ങളും അതൊക്കെ നോക്കി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഏതൊരാളും കൈകാര്യം ചെയ്യുന്നത്, വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ തനിക്ക് എന്നെന്നും ശാശ്വതമായി ജീവിക്കേണ്ട ആഖിറത്തിന്റെ ലോകത്തേക്ക്, ആ ആഖിറത്തിന്റെ ലോകത്തേക്ക് താൻ സമ്പാദിച്ചുണ്ടാക്കിയ തന്റെ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ ഏത് നിലക്കുള്ള സമ്പാദ്യങ്ങളാണ്, അതിൽ എവിടെയെങ്കിലും വല്ല ന്യൂനതകളുണ്ടോ,
അതിന് എവിടെയൊക്കെയാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകുന്ന സമയത്ത് എനിക്ക് ലജ്ജിക്കേണ്ടി വരിക, എന്റെ ജീവിതത്തിൽ ആ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് ഒരുക്കേണ്ടത് വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടോ, അതിന് വേണ്ടതുപോലത്തെ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഈ ലോകത്തേക്ക് ഒഴിവാക്കി പോകേണ്ട ഒരു സമ്പാദ്യമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് മുഴുവനും ഉപകാരപ്പെടാനുള്ള ഒന്നാണ് ഈ ദീനിന്റെ സമ്പത്തി എന്ന് പറയുന്നത്. ഇവിടുന്ന് പോയതിന് ശേഷവും എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാതെ എന്നെന്നും ഫലം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷവും മാ ദീനുക എന്ന് മലക്കുകൾ ചോദിക്കുന്ന സമയത്ത് നിസ്സങ്കോചം ഒരു സംശയവും കൂടാതെ എന്റെ ദീൻ ഇന്നതാണ് എന്ന് ആ മലക്കുകളോട് പറയത്തക്ക വിധത്തിലുള്ള ഏത് ഗുണങ്ങളും ഏത് ക്വാളിറ്റിയുമാണ് ഞാൻ എന്റെ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാതെ തഖ്വയെ കുറിച്ചുള്ള യാതൊരു ചിന്തയുമില്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ട് യഥാർത്ഥത്തില് തഖ്വ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഈ ഉന്നതന്മാരായ ഔലിയാക്കളായ മഹാന്മാരുടെ നിസ്ബത്ത് നൽകി നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളത്. അവരെ സഹവാസത്തിലിരുത്തിക്കൊണ്ട് ഈ ശാശ്വത ലോകത്തേക്ക് എന്നെന്നും നമുക്ക് ആവശ്യമായ ആ നിയമത്തിലുണ്ടാകുന്ന തകരാറുകളെ ദൂരീകരിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി മുന്നേറുന്ന ഏറ്റവും വലിയ കറാമത്തിന്റെ വക്താക്കളാക്കി മാറ്റുകയാണ് ഈ അല്ലാഹുവിന്റെ ഔലിയാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. बुजुर्गों और दोस्तों, ये करामत से मालामाल भी होना और ये करामत से अपने अहलो अयाल को, अपने चाहने वालों को भी मालामाल करना, इसके काबिल हम बनो, हम मुत्तकी बनो. अगर हम मुत्तकी बनोगे अल्लाह का हम पर फजल होगा, अल्लाह हमसे राजी होगा. बुजुर्गों, अल्लाह हमको ऐसा घर अता फरमाएगा जिसमें अल्लाह का दीदार हमें मुयस्सर होगा, अल्लाह का फजल हमसे वाबस्ता हो जाएगा, अल्लाह की मोहब्बत हमसे जुड़ जाएगी. बुजुर्गों, वो घर को हासिल करने की हम कोशिश करो. अल्लाह क्या इरशाद फरमा रहा है? अल्लाह जन्नत मुत्तकियों के लिए बनाया है. मुत्तकियों के लिए अल्लाह जन्नत को जब बनाया है, ये मुत्तकी बनो. बुजुर्गों, ये करामत हमारे अंदर पैदा होना. देखो, मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का सबसे बड़ा मौजिजा कुरान. सबसे बड़ा मौजिजा क्या है? कुरान है. हर नबी को जो मौजिजा वो नबी दिखाए वो सदका है मोहम्मदुर रसूलुल्लाह का, सदका है मोहम्मदुर रसूलुल्लाह का. हर सहाबी जो अपना करामत दिखाए हैं ये सदका है मोहम्मदुर रसूलुल्लाह का. बुजुर्गों, आज तक जो करामतें जो दिखा रहे हैं, चल रहे हैं, सदका है मोहम्मदुर रसूलुल्लाह का. और क़यामत तक जो भी करामतें ज़हूर में आएगी, दिखेगी, वो भी सदका है मोहम्मदुर रसूलुल्लाह का. वो रसूलुल्लाह का सबसे बड़ा मौजिजा क्या है? कुरान. वो कुरान क्या है? अल्लाह क्या इरशाद फरमा रहा है? ज़ालिकल किताबु ला रैब फी हुदन लिल मुत्तकीन. वो कुरान हिदायत है, और वो हिदायत किसके लिए है? मुत्तकियों के लिए. तो आप बतलाइए, हिदायत अगर कुरान से तो मुत्तकियों के लिए. वो मुत्तकी बनो जिससे हमको हिदायत नसीब हो जाए. हम बुजुर्गों, हम वो जिंदगी मत गुजारो जिससे हमको गुमराही मुयस्सर हो जाए, बल्कि वो जिंदगी गुजारो बुजुर्गों, वो कैफियत अपने अंदर पैदा करो, वो हिदायत हमारे अंदर हम हासिल करने की कोशिश करो जिससे अल्लाह हमसे राजी हो जाए. बुजुर्गों, वो हिदायत कब मुयस्सर होगी हमें? मुत्तकी हम बनना. मुत्तकी कब बनेंगे? सिर्फ तकवे के रसूमात को दिखाने, तकवे के रसूमात को अदा कर लेने से, बुजुर्गों, चंद एक्टिंग करने से मुत्तकी नहीं बनते. मुत्तकी अगर हमको बनना है, अल्लाह क्या चाह रहा है वैसे हम मुत्तकी बनने की कोशिश करें. अल्लाह क्या इरशाद फरमा रहा है? अल्लज़ीना युमिनून बिल गैब व युकीमून अस्सलाह व मिम्मा रज़क़नाहुम युनफ़िक़ून. मुत्तकियों के 3 निशानियों को अल्लाह बयान कर रहा है. एक, गैब पर ईमान लाना, और एक, नमाज के पाबंद, नमाज को कायम करना. तीसरा, जो मैं दिया हूं उसमें से तुम खर्च करना. ബഹുമാനികളെ, ഈ ഉന്നതമായ തഖ്വയുടെ ഈ നിഅമത്ത് അഥവാ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് പോകൽ കൊണ്ട് അവസാനിച്ചു പോകൂല. നമ്മൾ ഇവിടുന്ന് പോയാലും ശരി, നമ്മളെ ഏതൊരു തഖ്വ നമ്മൾ ഉണ്ടാക്കിയോ ആ തഖ്വയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ തഖ്വ അനുസരിച്ച് ഏതൊരു ജീവിതം നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ അതിലൂടെ ആ തഖ്വയുടെ പ്രവർത്തനം നമ്മുടെ മക്കളിലും നമ്മളോട് ബന്ധപ്പെട്ടവരും എന്നെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരിക്കലും മുറിയാതെ
എന്നും നിലനിൽക്കുന്ന ഉന്നതമായ ഒരു കറാമത്താണ് ഈ തഖ്വയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുക. അതുകൊണ്ട് ബഹുമാനികളെ, ഈ തഖ്വ ഉണ്ടാക്കാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. ഈ തഖ്വ അഥവാ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വീട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട് നമുക്ക് നൽകുന്ന വീട് ഏതായിരിക്കും? അത് സ്വർഗത്തിന്റെ വീടാണ്. ആ വീട് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വീടിന്റെ പേരാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിന്റെ അവകാശികളാക്കി അല്ലാഹു നമ്മളെ മാറ്റും. ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തഖ്വ അനുസരിച്ച് നമ്മൾ മുന്നേറുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ വീട്ടിലെത്തിയാൽ ആ സ്വർഗത്തിന്റെ വീട്ടിനപ്പുറം അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനവും വികാവും നൽകി അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുന്നവരാക്കി മാറ്റും. ഇങ്ങനെ അള്ളാഹുവിന്റെ ദർശനത്തിലേക്ക് വരെ നമ്മളെ എത്തിക്കുന്ന ഈ ഉന്നതമായ തഖ്വ ഏതാണോ ആ തഖ്വയാണ് നമ്മൾ സ്വീകരിക്കാനും ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാകേണ്ടത്. ബഹുമാനികളെ, ഈ തഖ്വ എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായ ചില അടയാളങ്ങളുടെയോ ചില അനുഷ്ഠാനങ്ങളുടെയോ ചില ആചാരങ്ങളുടെയോ മാത്രം പേരല്ല ഈ തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പ്രീതിയിലുമല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ അയാളുടെ ഉള്ളിൽ ഒരിക്കലും കാണപ്പെടുകയില്ല. ഈ ഉന്നതമായ തഖ്വയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സമ്മാനിച്ചതായ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം ഈ തഖ്വയുടെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉന്നതമായ മുഅ്ജിസ ഏതാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ധാരാളം മുഅ്ജിസകളുണ്ട്. ആ മുഅ്ജിസത്തിൽ ഏറ്റവും ഉന്നതമായ മുഅ്ജിസ ഏതാണ്? പരിശുദ്ധ ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉന്നതമായ മുഅ്ജിസ. നാം മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് വന്ന ഏതെല്ലാം അമ്പിയാക്കള് ഏതെല്ലാം മുഅ്ജിസത്തുകൾ കാണിച്ചോ ആ മുഅ്ജിസത്തോടൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമാണ്. മഹാന്മാരായ സഹാബത്തിലൂടെ ഏതൊക്കെ കറാമത്തുകൾ പ്രകടമായോ അതൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മമാണ്. അവരിലൂടെ ലഭ്യമായ ഗുണങ്ങളാണ്. ഇന്ന് വരെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരിലൂടെ പ്രകടമായിട്ടുള്ള കറാമത്തുകളൊക്കെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയാണ്, അവിടുത്തെ ധർമ്മമാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് ഏതെല്ലാം കറാമത്തുകൾ സംഭവിക്കുമോ അതൊക്കെ ഏതാണ് സംഭവിക്കുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനമായിട്ടാണ്, അവിടുത്തെ ധർമ്മമായിട്ടാണ്. ഈ നിലയ്ക്ക് മുഅ്ജിസത്തിന്റെ അവകാശിയായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസ എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത് എന്താണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ കിതാബ് എന്ന് പറയുന്നത് ഹിദായത്താണ്. ഈ ഹിദായത്തിന്റെ മാർഗം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ മുഅ്ജിസയായി പറയപ്പെടുന്നത്. ആർക്കാണ് ഹിദായത്ത്? മുത്തഖീങ്ങൾക്കാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് പ്രാപിക്കാൻ മതിയായ മുത്തഖീങ്ങളായി മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പരിശുദ്ധ ഖുർആനിലൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഈ ഉന്നതമായ മുഅ്ജിസ ഏതോ ആ മുഅ്ജിസക്ക് അർഹരാകത്തക്ക വിധത്തിലുള്ള മുത്തഖീങ്ങളായി മാറാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കി ഏതെങ്കിലും താൽക്കാലികമായ ചടങ്ങുകളോ കുറച്ച് ആചാരങ്ങളോ കുറച്ച് ആക്ടിങ്ങുകളൊക്കെ ചെയ്താൽ അതിലൂടെ നമ്മൾ മുത്തഖിയായി മാറും. അങ്ങനെ നമുക്ക് മുത്തഖിയാകാൻ സാധ്യമാവുകയില്ല. യഥാർത്ഥ മുത്തഖി ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുത്തഖി എന്ന് പറഞ്ഞാൽ ആർക്കാണ് പറയുക? മുത്തഖി എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഗൈബിൽ വിശ്വസിക്കുന്നവനാണ്, അപ്രത്യക്ഷമായ മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, നിസ്കാരം ശരിക്ക് നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് എന്ത് നൽകിയോ അതിൽ ചെലവഴിക്കുന്നവരാണ്. മുത്തഖീങ്ങളുടെ 3 അടയാളങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത്. ഒന്ന് യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. सबसे पहली निशानी तक़वे की अल्लाह ताला क्या इरशाद फरमा रहा है? अल्लज़ीना युमिनून बिल गैब, वो गैब पर ईमान लाते हैं। आज मुहासिबा करो हम अपना, हम गैब पर नहीं मुशाहिदे पर ईमान लाते हैं। हम मुशाहिदे पर हमको ईमान है, मुशाहिदे पर ईमान भी है, अब इबादत भी कर रहे हैं। अरे मुत्तकी कौन होता है? जो मुशाहिदे से नहीं बल्कि हम गायब पर ईमान लाता है, गैब पर ईमान लाता है, वो मुत्तकी। बुजुर्गों, मुशाहिदे पर ईमान लाने वाला कौन? मुशाहिदे को मुशाहिदा करके उस पर ईमान लाने वाला ये मोमिन मुत्तकी की अलामत नहीं है, ये काफिर है।
جو مشاہدے پر صرف ایمان لاتا ہے، غیب پر ایمان نہیں لاتا، وہ کافر ہے۔ بزرگوں، مومن کون، متقی کون؟ جو مشاہدے سے کہیں زیادہ غیب پر ایمان لاتا ہے، غیب پر ایمان لاتا ہے۔ حضرت علامہ اقبال کیا ارشاد فرماتے ہیں؟ کافر کی پہچان کے وہ آفاق میں گم ہے، کافر کی پہچان کے وہ آفاق میں گم ہے، مومن کی پہچان کے گم اس میں ہے آفاق، کہ گم اس میں آفاق۔ بزرگوں، کافر کی کیا پہچان ہے؟ کافر اور مسلمان مومن میں کیا فرق ہے؟ کافر آفاق میں گم رہتا ہے، مشاہدے میں گم رہتا ہے، اور مومن کون ہوتا ہے؟ جو اللہ میں گم رہتا ہے، جو اللہ میں گم رہتا ہے، جو اللہ میں گم ہو گیا، جو اللہ کی ذات میں گم ہو گیا، جو اللہ کے صفات میں، جو اللہ کے افعال و آثار و اسماء میں جب گم ہو گیا، اللہ کیا کیا؟ آفاق کو اس میں اللہ گم کر رہا ہے۔ ബഹുമാനികളെ, മുത്തഖിയുടെ ഏറ്റവും ഒന്നാമത്തെ അടയാളമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞതിൽ വിശ്വസിക്കുന്നവർ എന്നാണ്. ഇന്ന് നമ്മളെ വിശ്വാസം ഇന്ന് മുശാഹദയിലാണ്, അനുഭവങ്ങളിലാണ്. ദൃശ്യമായ കാര്യമേതോ അതിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതിലേ നമുക്ക് വിശ്വാസമുള്ളൂ. മറഞ്ഞതിൽ നമ്മൾക്ക് വിശ്വാസമില്ല. ദൃശ്യമായ അനുഭവമേതോ മുശാഹദയേതോ അതിനാണ് നമ്മളെ വിശ്വാസം. ദൃശ്യമായതിൽ മാത്രം വിശ്വസിക്കുക, ഗൈബിൽ വിശ്വസിക്കാതിരിക്കുക, ഇത് മുഅ്മിനിന്റെ അടയാളമല്ല, ഇത് സത്യനിഷേധികളുടെ അടയാളമാണ്, കാഫിറിന്റെ അടയാളമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനായവരുടെ വിശ്വാസം അവർ മറഞ്ഞതിൽ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസം എന്തിനാണ്? ഇന്ന് നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ ഏതാണോ, നമ്മളെ ദൃശ്യമായത് എന്താണോ അതിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഗൈബിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, काफिर की ये पहचान के वो आफाक में गुम है, मोमिन की ये पहचान के गुम उसमें है आफाक। കാഫിർ സത്യനിഷേധി എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ ഈ ഭൗതികയിൽ ലയിച്ച് ജീവിക്കുന്നവനാണ്. ദൃശ്യങ്ങളിൽ മുസാഹദയിൽ മാത്രമാണ് അവന്റെ വിശ്വാസം, മറഞ്ഞതിൽ അവൻ വിശ്വസിക്കുന്നവനല്ല. മോമിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അവൻ ആരിൽ ലയിച്ചവനാണ്? അവൻ അള്ളാഹുവിന്റെ ദാത്തിൽ ലയിച്ചവനാണ്. അള്ളാഹുവിന്റെ സിഫാത്തിൽ മഹവായിക്കൊണ്ടാണ്, അള്ളാഹുവിന്റെ അഫാലിൽ മഹവായിക്കൊണ്ടാണ്, അള്ളാഹുവിന്റെ ആസാറിൽ മഹവായിക്കൊണ്ടാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫാലിലും ആസാറിലും മഹവായി ജീവിക്കുന്ന ഒരുത്തൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ മുഴുവൻ അവനക്ക് അടിമയാക്കി കൊടുക്കുന്നു. പ്രപഞ്ചം മുഴുവൻ അവന്റേതായി മാറും, അവൻ അള്ളാഹുവിന്റേതായി മാറുന്നു. ഈ ഉന്നതമായ അവസ്ഥയാണ് ഈമാനിന്റെ അവകാശികളത്. അവരുടെ വിശ്വാസം ഒരിക്കലും മുശാഹദയല്ല, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഇതാണ് മുത്തഖിയുടെ ഒന്നാമത്തെ അടയാളമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. कौन है मुत्तकी? तो गैब पर ईमान लाता है। गैब क्या? अल्लाह की जात पर ईमान। अल्लाह कौन? अल्लाह हमारा इलाह है। अल्लाह इलाह है, अल्लाह इलाह है, बोलने में हमको आता है, पढ़ने में हमको आ रहा है, लेकिन अल्लाह इलाह है बोलने के बाद अल्लाह के रुबूबियत पर हमको ईमान क्यों नहीं? अल्लाह रब है, इस पर हमारे को यकीन क्यों नहीं? बुजुर्गों, ये ईमान पैदा करो। हम आज अल्लाह को रब भी हम कहते हैं, लेकिन दूसरी जगह हम क्या कह रहे हैं? मेरा बाप मेरी माँ मेरे को परवरिश किए, मुझको बड़ा किए, मेरी परवरिश वो लोग किए, पाले वो। बुजुर्गों, जब मैं कुछ बड़ा हुआ, मैं कुछ कमाने के काबिल बना, तो मैं अपनी औलाद को, अपने बाप को, अपनी माँ को, अपनी बीवी को, अपने घर वालों को मैं पाला। जब बूढ़े हो गए, यह उम्मीद कि मेरी औलाद मेरे को पालेगी। अल्लाह रब है बोलना फिर फायदा क्या है? बुजुर्गों, अल्लाह पर ईमान है, हमारे को क्या यकीन होना? मेरा बाप मुझे नहीं, मेरी औलाद नहीं, बल्कि मैं अपनी औलाद को ना मैं खुद को पाल रहा हूं, बल्कि मेरे बाप को, मेरी औलाद को, मुझको, जिसको भी पालने वाला अगर कोई है तो मेरा रब है, मेरा रब है। उस पर हमको यकीन होता है। जब यकीन होता है तो फिर वो बंदा रिज़्क़ के मुतालिक फिक्र नहीं करता, परेशान नहीं होता। आज हमको परेशानी, आज हमारी औलाद हमको ये कह रही है कि मैं आपको महीना 1 लाख रुपए दूंगा। हमारे को इत्मीनान है, हाँ 1 लाख देगा, 1 लाख देगा, 1 लाख देगा। लेकिन अल्लाह कह रहा है अलैहिस्सल्लाहु बिकाफिन अब्दा, मैं तेरे लिए काफी नहीं हूं तो बंदे को काफी नहीं। अल्लाह ये कह रहा है मैं तुझसे रिज़्क़ का सवाल नहीं करूंगा। ला नसअलुका रिज़्क़न नहनु नरज़ुकुका। अल्लाह क्या इरशाद फरमा रहा? मैं तुझसे रिज़्क़ का सवाल नहीं करूंगा, मैं तुझे रिज़्क़ देने वाला हूं।
अल्लाह कह रहा है मैं देने वाला हूं रिज़्क़, बंदे को फिक्र सता रही कि अल्लाह कैसा देगा। अल्लाह के मुताल्लिक फिक्रमंद, अल्लाह के मुताल्लिक मुतशक्की है, और बंदा कह रहा है तो यकीन है। ये ईमान की अलामत नहीं, ये रब बोलने के बाद मुत्तकी की अलामत नहीं होती, इलाह बोलने के बाद मुत्तकी की अलामत नहीं होती। उसको हाजिर से ज्यादा गैब पर ईमान होता है, मुशाहिदे से ज्यादा यकीन गैब पर होता है। बुजुर्गों, वो यकीन पैदा करने के लिए इब्राहिम खलीलुल्लाह शाह नूरुल मशाइख के खदमों में बैठे हैं। बुजुर्गों, वो अल्लाह वाले ये ईमान, ये यकीन पैदा करने के लिए अल्लाह वालों की सोहबत अख्तियार की। ये करामत से माला माल होना, ये करामत से फैजियाब होना। बुजुर्गों, ये रजब का महीना है, बाबरकत महीना है। बुजुर्गों, इसमें तकवे की बीज बोने की हम कोशिश करो। बुजुर्गों, फिर शाबान जब आएगा तो उसमें पानी डालो, जब रमजान आएगा तो हम मुत्तकी बनने वाले मुत्तकी बनेंगे। हम तकवे के कमालात उस वक्त हमारे में नजर आएंगे। बुजुर्गों, रमजान मोती कमाने का महीना है। मोती कमाने के लिए रजब से कश्ती बनाओ, कश्ती बनाओ। बुजुर्गों, शाबान जब आएगा तो बुजुर्गों उसको तैयारी करो। जब रमजान आएगा तो समंदर में उतरेंगे, मोती हमको मिलेगा, वरना रमजान आ जाएगा हम कश्ती तैयार नहीं करेंगे, मोती के उम्मीद में रहेंगे, लेकिन मोती हाथ से निकल जाएगी। अल्लाह रमजान को भी बनाया है, भेजा है तो तकवे के लिए, वो तकवे के कमालात से मालामाल होना है। लअल्लकुम तत्तकून के मकाम पर अगर हमको फाइज होना है तो ये तकवे की बीज ये रजब के महीने में हम बोने की कोशिश करें, अल्लाह हम पर फजल फरमाएगा। ये मुत्तकी बने। बुजुर्गों, जो अल्लाह जो मुत्तकियों की निशानी को बयान कर रहा है, वो निशानी हमारे अंदर पैदा हो जाए। मेरे वालिद, मेरे शेख इरशाद फरमाते थे, अगर आप मुत्तकी बनने के लिए अगर आप खाने काबा में जाके खाने काबा के गिलाफ से आप झुब्बा भी सिला ले, जमजम से वजू भी कर ले, मकाम इब्राहिम के सामने ठहर कर आप नमाज भी अदा कर ले, तब भी मुत्तकी नहीं बन सकते जब तक के 3 निशानियां आपके अंदर पैदा ना हो। बुजुर्गों, अल्लाह का करम है कि पैदा करने वाले पीरों से, अल्लाह वालों से हमें वाबस्ता किया है। ऐसी बारगाहों में हम आए हैं, अल्लाह वालों के पास आए हैं। ये तक़वे वाली जिंदगी बसर करने की कोशिश करो, इंशाअल्लाह अल्लाह हमसे राजी हो जाएगा। ബഹുമാനികളെ, മുത്തഖിയുടെ ഒന്നാമത്തെ അടയാളമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന യുമിനൂന ബിൽ ഗൈബ് എന്നാണ്. മറഞ്ഞതിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അവര് അനുഭവങ്ങളുടെ ദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരല്ല, മറഞ്ഞതിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ വാക്കിലും അവന്റെ സിഫാത്തിലും അവന്റെ അഫ്ആലിലും അവന്റെ അസ്മാഇലും ആസാറിലും ഒക്കെ അവർ വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വാസം നിലനിർത്തുന്നവരാണ് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ. മുത്തഖീങ്ങൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എന്താണ് അള്ളാഹുവിന്റെ വിശ്വാസം? അള്ളാഹുവാണ് ഇലാഹ്. നമ്മൾ അള്ളാഹു ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അള്ളാഹു ഇലാഹായി അവൻ നിർവഹിക്കുന്ന അവന്റെ റുബൂബിയത്തിന് നമ്മൾക്ക് വിശ്വാസമില്ല. അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾക്ക് വിശ്വാസമില്ല. നമ്മൾ പറയും അള്ളാഹുവാണ് എന്റെ റബ്ബ്, അള്ളാഹുവാണ് പരിപാലകൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾക്കുള്ള വിശ്വാസം ഈ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ റബ്ബിന്റെ മേലല്ല. അവനിൽ നമുക്ക് വിശ്വാസമില്ല. നമ്മൾ മനസ്സിലാക്കുന്നതിന് എന്താണ്? ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ മാതാപിതാക്കളാണ് എന്നെ പോറ്റി വളർത്തിയത്, അവരാണ് എന്നെ പോറ്റി വളർത്തിയത്. പിന്നെ ഞാൻ കുറച്ച് വലുതായി ഞാൻ തന്നെ സമ്പാദിക്കുന്നവനായി മാറിയപ്പോൾ ഞാൻ എന്റെ സ്വയത്തെയും എന്റെ മക്കളെയും എന്റെ മാതാപിതാക്കളെയും ഒക്കെ ഞാൻ സ്വയം വളർത്തുന്നവനായി മാറി. പിന്നെ ഞാൻ വാർദ്ധക്യത്തിലേക്ക് എത്തി, എനിക്ക് സമ്പാദിക്കാൻ പറ്റാത്ത പ്രായത്തിലേക്ക് എത്തിയപ്പോഴോ അപ്പൊ പിന്നെ എന്റെ മക്കളെ എന്നെ വളർത്തുന്നവരാണ്. ഇങ്ങനെ ജീവിതത്തിൽ എവിടെയുണ്ടോ നമ്മളെ വാപ്പിമ്മയും വളർത്തുന്നു, നമ്മൾ വളർത്തുന്നവരായി, പിന്നെ നമ്മളെ മക്കൾ നമ്മളെ വളർത്തുന്നവർ എന്നുള്ളതല്ലാതെ ഒരിക്കലും ജീവിതത്തിൽ അള്ളാഹുവാണ് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ, അവനാണ് എന്റെ റബ്ബ്, അവന്റെ റുബൂബിയത്ത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളാരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ സമാധാനികളാകാനും തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ മുശാഹദ, നമ്മളെ അനുഭവത്തിലുള്ള കാര്യത്തില് നമ്മൾക്ക് ശരിയായ ഉറപ്പുണ്ട്, അവിടെ നമ്മൾ സമാധാനികളുമാണ്. അഥവാ നമ്മളെ മകൻ നല്ല യോഗ്യനാണ്, നല്ല ശമ്പളത്തോടുകൂടി ജോലി ചെയ്യുന്നവനാണ്. അവൻ അഥവാ വാപ്പാനോട് പറയാണ്, വാപ്പ നിങ്ങൾ ഒരിക്കലും ബേജാറാകണ്ട, മാസം മാസം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് വളരെ സന്തോഷമായി, സമാധാനമായി. ഈ മകൻ ഇങ്ങനെ പറഞ്ഞോടുകൂടി വാപ്പാക്ക് സമാധാനമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഇതുവരെ
സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, എന്റെ അടിമേ നിനക്ക് നിന്റെ റബ്ബായ ഞാൻ മതിയാവനല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് റബ്ബേ നീ അതുപോലെ മതി എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. റബ്ബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? അള്ളാഹു തആല പരിപാലകനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും വേണ്ടതുപോലെ നടക്കുമോ? നമ്മൾക്കത് സംശയമാണ്, നമുക്ക് ഉറപ്പില്ല. മകൻ പറഞ്ഞ കാര്യത്തിൽ നമ്മൾക്ക് ഉറപ്പാണ്. മകൻ പറയാണ്, സൃഷ്ടി പറയാണ്, അഥവാ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾക്ക് മാസം മാസം ഞാൻ തരുന്നല്ലോ എന്ന് മകൻ പറഞ്ഞാലും സൃഷ്ടി പറഞ്ഞാൽ വിശ്വാസമാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. ആ സ്ഥാനത്ത് അള്ളാഹു തആല പറയാണ് ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, എന്റെ അടിമേ ഞാൻ നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല, പക്ഷെ നമ്മൾ സ്വയം നിനക്ക് റിസ്ക് നൽകുന്നവനാണ് എന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നമ്മളെ വളർത്തിയതായ അള്ളാഹു നമ്മളോട് ഞാൻ നിനക്ക് റിസ്ക് നൽകുന്നവനാണ് എന്ന് പറയുമ്പോൾ ഈ മകൻ പറഞ്ഞതുപോലെ സൃഷ്ടി പറഞ്ഞപ്പോൾ ഉണ്ടായ ഉറപ്പ് അള്ളാഹു തആല പറഞ്ഞ സമയത്ത് നമ്മളില്ല. ഈ നിലക്ക് ഗൈബിന്റെ കാര്യത്തിൽ ഏതൊക്കെയുണ്ടോ ഇതിലൊന്നും നമുക്ക് വിശ്വാസമോ ഉറപ്പോ ഇല്ല. ബഹുമാനികളെ, ഈ ഗൈബിന്റെ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഷാ റഹ്മത്തുള്ളാഹി അലൈഹി നൂറുൽ മശായിഖിന്റെ സഹവാസത്തിൽ പോയിരുന്നത്. അവിടെ പോയിരുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ഗൈബിലുള്ള ഈ പറഞ്ഞതായ വിശ്വാസം നേടിയെടുക്കുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയവരായി മാറിയത്. അതുകൊണ്ട് ബഹുമാനികളെ, നാം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കേണ്ടത് മുത്തഖി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അടയാളങ്ങളോ അനുഷ്ഠാനങ്ങളോ മാത്രം തഖ്വയായി മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകരുത്. തഖ്വയുടെ അടയാളമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഏതൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നെങ്കിൽ മുത്തഖി എന്ന് പറഞ്ഞാൽ അവർ അദൃശ്യമായ കാര്യങ്ങളില് ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അവർ മുശാഹദയിൽ വിശ്വസിക്കുന്നവരല്ല. അനുഭവങ്ങളിൽ ദൃശ്യമായ കാര്യങ്ങളിലല്ല അവരുടെ വിശ്വാസം. നമ്മളുടെ വിശ്വാസമാണെങ്കിലോ നമ്മളെ വിശ്വാസം എന്ന് ദൃശ്യമായ കാര്യങ്ങൾ മകൻ ചെയ്യുക, സൃഷ്ടികൾ ചെയ്യുക എന്ന ഉറപ്പാണ്, സമാധാനമാണ്. അള്ളാഹു ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സംശയമാണ്, നമ്മൾക്ക് ഉറപ്പില്ല. ഈ സംശയത്തെ ദൂരീകരിച്ച് ഇത് നമ്മൾ ഉറപ്പാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നവരായി മാറുകയുള്ളൂ. ആ ഗൈബിൽ വിശ്വസിക്കുന്നവരെ മുത്തഖീങ്ങളായി മാറുകയുള്ളൂ. അവർക്ക് പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ബഹുമാനികളെ, ഈ ഉന്നതമായ ഈ തഖ്വ ഇത് നമ്മിൽ ഉണ്ടാക്കി തരിക എന്നുള്ള പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ അഹ്ലുകാരായ ഈ മശായിഖന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തഖ്വ നമ്മൾ ഉണ്ടാക്കാതെ, അഥവാ ഈ ഗൈബിലുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കാതെ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്റെ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറയായിരുന്നു, ഈ തഖ്വ നിങ്ങൾ ഉണ്ടാക്കിയില്ല, അള്ളാഹുവിൽ ഇതുപോലത്തെ ഉറപ്പും വിശ്വാസവും നമ്മൾ സമ്പാദിച്ചെടുത്തില്ല. ആ ഉറപ്പുള്ള വിശ്വാസമുള്ള ആളുകളോട് സഹവസിച്ചുകൊണ്ട് ഈ ഉന്നതമായ കറാമത്തിന് അവകാശികൾ നമ്മൾ ആയില്ല. അങ്ങനെ ആകാതെ നമ്മളെ കാബത്തിന്റെ ഖിലാഫ് ആ ശീലെടുത്തുകൊണ്ട് നമ്മളത് കുപ്പായടിപ്പിച്ച് നീട്ടിട്ടു. എന്നിട്ട് സംസം വെള്ളം കൊണ്ട് ഓലെടുത്തു. അതിനുശേഷം മഖാമെ ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ചാലും ആ നിസ്കരിച്ച മുത്തഖിയായി മാറുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ യുമിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ഈ ക്രമമനുസരിച്ച് തഖ്വയുടെ കോഴ്സ് പൂർത്തിയാക്കിയവനാരോ അവനെ മുത്തഖിയാവുള്ളൂ. ഇന്ന് ചെയ്തവൻ ഒരിക്കലും മുത്തഖിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ അവസരമാണ്. പരിശുദ്ധ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ റജബ് മാസം വിത്തിറക്കാനുള്ള മാസമാണ്. തഖ്വയുടെ വിത്ത് ഈ മാസത്തിൽ ഇറക്കുക. ശഅബാൻ മാസമാകുമ്പോൾ ആ വിത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക. എന്നാൽ റമളാൻ മാസമായി കഴിഞ്ഞാൽ ആ വിത്തിന്റെ ഫലമായ തഖ്വ എന്ന് പറയുന്ന തഖ്വ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും. നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. ആ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ആ മുത്തഖീങ്ങളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സമയം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. മുത്തഖീങ്ങളായ മഹാന്മാരുടെ സഹവാസവും ബന്ധവും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ തഖ്വയുടെ വിത്ത് മുളപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം ഈ മാസത്തിൽ. അങ്ങനെ ആ വിത്ത് നമ്മൾ പാകിയാൽ ഇൻഷാ അല്ലാഹ് റമളാനായി കഴിയുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ള അതിന്റെ ഫലം പൂജിക്കാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകും. എന്നതുപോലെ തന്നെ പരിശുദ്ധ റമളാനാണ് വരുന്നത്. ആ റമളാനിൽ അല്ലാഹുവിന്റെ മുത്തുകളും മാണിക്യങ്ങളും കനികളും നമ്മൾക്ക് നേടണമെങ്കിൽ ആ മുത്ത് പെറുക്കാൻ ആവശ്യമായ, ആ മുത്ത് വാരിക്കൂട്ടാൻ ആവശ്യമായ തോണി പണിയല് ഈ റജബ് മാസത്തിൽ തുടങ്ങണം. ഇപ്പൊ തോണി പണിയാൻ തുടങ്ങണം. റജബ് കഴിഞ്ഞ് ശഅബാനായാൽ ആ തോണി സമുദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം.
അങ്ങനെ റമദാനായാൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് മുത്ത് വാരിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതല്ലാതെ ആ മുത്ത് വാരേണ്ട സമയത്ത് തോണി ഉണ്ടാക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുത്തൊരിക്കലും നമ്മൾക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തി ഈ സമയത്ത് ആ തോണി ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. इंशाअल्लाह कल परसों अल्लाह अगर हयात दे तो हम सुनेंगे. अल्लाह सुनने से कहीं ज्यादा अमल की हमें तौफीक अता फरमाए.